അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസി ബശീറൻ വനദീറാ വലാകിന്ന അക്തറൻ നാസി ലാ യഅലമൂൻ. സ്നേഹാദരണീയരായ സഹോദരന്മാരെ, സഹോദരികൾ, മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിലുടനീളം കഴിഞ്ഞ ഏതാനും മാസങ്ങളായി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാനവരിൽ മഹോന്നതൻ എന്ന തലക്കെട്ടിലുള്ള പ്രബോധന പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളൊരു പൊതുയോഗത്തിലാണ് നമ്മളെല്ലാവരും ഇപ്പോൾ സന്നിഹിതരായിരിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനവും മുജാഹിദ് പ്രസ്ഥാനത്തെ പോലെ ഈ നാടിൻ്റെ നന്മയെ ആഗ്രഹിച്ചുകൊണ്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മതസാമൂഹിക സംഘടനകളുമെല്ലാം വലിയ ആശങ്കകളോടുകൂടി മാത്രം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന കുറേ സംഭവങ്ങളാണ് നമ്മുടെ രാജ്യത്തിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ലോകത്തിന് മുന്നിൽ തന്നെ ബഹുസ്വരതയുടെയും സഹിഷ്ണുതയുടെയും സാഹോദര്യത്തിൻ്റെയും മൈത്രിയുടെയുമെല്ലാം വലിയ പ്രതീകമായി ജ്വലിച്ചു നിന്നിരുന്ന, കേവലം ഒരു രാജ്യം എന്നതിനപ്പുറത്ത് ഒരാശയം എന്ന രീതിയിൽ ആഘോഷിക്കപ്പെട്ടിരുന്ന ഇന്ത്യക്ക് പരിചയമില്ലാത്ത മറ്റെന്തൊക്കെയോ ആയിക്കൊണ്ടിരിക്കുന്ന വളരെ സങ്കടകരമായൊരു സാഹചര്യവും സന്ദർഭവും. വിശേഷിച്ചും ഹിന്ദുവും ക്രിസ്ത്യാനിയും മുസ്ലിമുമെല്ലാം ആയിരിക്കെ തന്നെ അത്തരം സാമുദായികമായ അതിർവരമ്പുകൾക്കപ്പുറത്ത് മനുഷ്യർ എന്ന നിലയിൽ പരസ്പരം അറിയുവാനും പരസ്പരം സ്നേഹിക്കുവാനും കൈകൾ കോർത്ത് പിടിക്കുവാനുമെല്ലാം കഴിയുമെന്ന് ഇന്ത്യക്ക് മൊത്തത്തിൽ ബോധ്യം വരുന്ന തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ച പാരമ്പര്യമുള്ള കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത്, അത്തരമൊരു സംസ്ഥാനത്തിൻ്റെ അഭിമാനകരമായ പൈതൃകത്തിൻ്റെ ചുവട്ടിൽ നിന്നുകൊണ്ട് നമ്മൾ കാര്യങ്ങളെ വിലയിരുത്തുമ്പോൾ ഏറെ ദൗർഭാഗ്യകരമാണ് നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ. ആ മാറ്റങ്ങൾ കേവലം മതസമുദായങ്ങൾക്കിടയിലുള്ള മൈത്രി തകരുന്നതുമായി ബന്ധപ്പെട്ട ഭീഷണമായ സൂചനകൾ മാത്രമല്ല ഉൾക്കൊള്ളുന്നത്. കേരളത്തിന് തന്നെ അത്രയൊന്നും അഭിമാനകരമല്ലാത്ത ഒരു ഭൂതകാലമുണ്ടായിരുന്നു ചില രംഗങ്ങളിലെങ്കിലും. നമുക്കെല്ലാം അറിയാം, ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്ത് ഇന്ത്യയിലുടനീളം ഹിന്ദുമതത്തിന് പുതിയൊരു വ്യാഖ്യാനം നൽകി മതനവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി പരിശ്രമിച്ച സ്വാമി വിവേകാനന്ദൻ, അദ്ദേഹം ഏറെ പ്രതീക്ഷകളോടുകൂടി കേരളത്തിലേക്ക് കടന്നു വന്ന ശേഷം കേരളത്തെ നോക്കി അദ്ദേഹം പറഞ്ഞത് കേരളം ഒരു ഭ്രാന്താലയമാണ് എന്നാണ്. അങ്ങനെ പറയുവാൻ അടിസ്ഥാനപരമായ ചില കാരണങ്ങൾ ഉണ്ടായിരുന്നു. ഭാരതീയർക്കിടയിൽ വികസിച്ചു വന്ന ജാതി എന്ന സാമൂഹ്യ സ്ഥാപനത്തെ ഏറ്റവും പൈശാചികമായ ഭാവങ്ങളിലേക്ക് കടത്തിക്കൊണ്ടുപോവുകയും തൊടലിൻ്റെയും തീണ്ടലിൻ്റെയും മയിത്തത്തിൻ്റെയുമെല്ലാം മനുഷ്യർക്കെന്ന് സങ്കല്പിക്കുവാൻ പോലും കഴിയാത്ത അതിഭീകരമായ നിയമങ്ങൾ സൃഷ്ടിക്കുകയും ആ നിയമങ്ങളുടെ വെളിച്ചത്തിൽ
ബ്രാഹ്മണനും ചണ്ടാളനും തമ്മിൽ പാലിക്കേണ്ട അകലത്തെക്കുറിച്ചുള്ള നിർദ്ദേശങ്ങൾ പോലും ഔദ്യോഗിക ശാസനങ്ങളായി മാറുകയും, താഴ്ന്ന ജാതിക്കാരൻ നടന്ന വഴിയിലൂടെ നടക്കണമെങ്കിൽ, ബ്രാഹ്മണന് നടക്കണമെങ്കിൽ ഒരു ചൂല് കൊണ്ടുവന്ന് ആ വഴി തൂക്കണമെന്ന അവസ്ഥയുണ്ടാവുകയും, വ്യത്യസ്ത ജാതികളിൽപ്പെട്ട ആളുകൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് പോലും ജാതി ഭ്രഷ്ട് കൽപ്പിക്കപ്പെടാവുന്ന മഹാപാപമായി അവതരിപ്പിക്കപ്പെടുകയും, പൊതുനിരത്തുകളും ക്ഷേത്ര വഴികളുമെല്ലാം അടിയാളർക്ക് നിഷേധിക്കപ്പെടുകയും, താഴ്ന്ന ജാതികളിൽപ്പെട്ട സ്ത്രീകൾ ഉയർന്ന ജാതിക്കാരൻ്റെ മുന്നിൽ മാറ് പ്രദർശിപ്പിക്കണമെന്ന സാമൂഹ്യ വ്യവസ്ഥിതി അടിച്ചേൽപ്പിക്കപ്പെടുകയും എല്ലാം ചെയ്തൊരു കാലഘട്ടം. ആ കാലഘട്ടത്തിൽ സ്വാമി വിവേകാനന്ദനെ പോലുള്ള ഒരാൾക്ക് പോലും കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിക്കേണ്ടി വന്ന ഒരു ഭൂതകാലം. ആ ഭൂതകാലത്ത് നിന്ന് വളരെ ശക്തമായ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ കൈകളിലൂടെയാണ് കേരളത്തിൽ ഈ കാണുന്ന മാറ്റങ്ങളെല്ലാം ഉണ്ടായത്. ഒരു ജാതി, ഒരു ദൈവം, മനുഷ്യന് എന്ന് പറഞ്ഞുകൊണ്ട് മനുഷ്യന് ഒരു ജാതിയും ഒരു ദൈവവും ഒരു മതവും മാത്രമേ ആവശ്യമുള്ളൂ എന്നും, ജാതിയുടെ പേരിലുള്ള വേലിക്കെട്ടുകളെല്ലാം അടിസ്ഥാനരഹിതമാണ് എന്നും കേരളത്തെ ഉത്ബോധിപ്പിക്കുവാൻ ശ്രമിച്ച ശ്രീനാരായണ ഗുരുവിനെ പോലുള്ളൊരു സാമൂഹ്യ പരിഷ്കർത്താവ്. ശ്രീനാരായണ ഗുരു കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ ഇടപെട്ടുകൊണ്ട് അദ്ദേഹം നടത്തിയ പ്രഭാഷണങ്ങളും അദ്ദേഹം നിർവഹിച്ച എഴുത്തുകളും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ കേരളത്തിൽ രൂപം കൊണ്ടുവന്ന സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളും, ആ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾക്ക് കുമാരനാശാനെ പോലുള്ള കവികൾ നൽകിയ അതിശക്തമായ പിന്തുണയും, അത്തരമൊരു സാമൂഹിക പരിസരത്തിൽ നിന്ന് വളർന്നു വന്ന സഹോദരൻ അയ്യപ്പൻ്റെയും അയ്യങ്കാളിയുടെയുമെല്ലാം സാമൂഹിക മുന്നേറ്റങ്ങളും, ഇവയെല്ലാം കൂടി സൃഷ്ടിച്ചു വച്ച ഒരു സാമൂഹ്യ നവോത്ഥാനത്തിൻ്റെ ഓളത്തെ വളരെ നന്നായി അനുഭവിക്കുകയും, മനുഷ്യരെല്ലാവരും ഒന്നാണ് എന്ന് തിരിച്ചറിയുകയും, ജാതിയുടെ പേരിലുള്ള ഉച്ചനീചത്വങ്ങൾ അടിസ്ഥാനരഹിതമാണ് എന്ന് മനസ്സിലാക്കുകയും, അങ്ങനെ ജാതിരഹിതമായ ഒരു പുതിയ കാലത്തേക്ക് കേരളത്തെ കടത്തിക്കൊണ്ടുപോവുകയും ചെയ്ത സാമൂഹിക പരിഷ്കർത്താക്കൾ. ആ സാമൂഹിക പരിഷ്കർത്താക്കളുടെ എല്ലാം പാരമ്പര്യത്തിൽ നിന്നുകൊണ്ട് നമ്മളൊരു ആധുനിക ഘട്ടത്തിലേക്ക് പ്രവേശിച്ചു എന്നും, ആ ആധുനിക ഘട്ടത്തിൽ നമുക്ക് ജാതിയോ മതമോ ഒന്നും മനുഷ്യരെ വേർതിരിച്ചു കാണാൻ നിമിത്തമാകുന്നില്ല എന്നും, നമ്മളെല്ലാവരും ഏകോദര സഹോദരങ്ങളാണ് എന്നും, ഒരു ജനാധിപത്യ മതനിരപേക്ഷ റിപ്പബ്ലിക്കിലെ പൗരന്മാരാണ് എന്നും, ഏതെങ്കിലും ജാതിയിൽ പിറന്നുപോയതിൻ്റെ പേരിൽ ഏതെങ്കിലും തരത്തിലുള്ള വിവേചനങ്ങൾ നമുക്കൊന്നും നേരിടേണ്ടി വരുന്നില്ല എന്നും എല്ലാം നമ്മൾ വിശ്വസിച്ചു തുടങ്ങിയതായിരുന്നു കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകളായി. പക്ഷേ ആ സാമൂഹ്യ നവോത്ഥാന പ്രവർത്തനങ്ങളും സാമൂഹ്യ പരിഷ്കരണ യത്നങ്ങളുമൊന്നും നമ്മെ എവിടെയും കൊണ്ടുചെന്നെത്തിച്ചിട്ടില്ല എന്നും, ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് മനുഷ്യർ പല തരക്കാരാണ് എന്നും, ജന്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം മനുഷ്യർ പീഡിപ്പിക്കപ്പെടുന്ന സ്ഥിതിവിശേഷം നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നു എന്നും, ആ സ്ഥിതിവിശേഷത്തിന് തണലൊരുക്കാൻ നമ്മുടെ ഭരണകൂടം തയ്യാറാകുന്നു എന്നുമെല്ലാം നമ്മൾ വിശ്വസിക്കുവാൻ പ്രേരിതരാകുന്ന വളരെ സങ്കടകരമായ മാറ്റങ്ങളിലൂടെയാണ് നമ്മുടെ നാട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് നമ്മുടെ പത്രമാധ്യമങ്ങളിൽ നിറഞ്ഞിരിക്കുന്നത് ഏതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് എന്ന് നമുക്കറിയാം. നമ്മുടെ രാജ്യത്ത് സർവകലാശാലകൾ വലിയ പ്രക്ഷോഭത്തിൻ്റെ പാതയിലാണ്. ആ പ്രക്ഷോഭത്തിൻ്റെ തീച്ചൂളയിലേക്ക്, ആ സമരങ്ങളുടെ വലിയ നടുത്തളത്തിലേക്ക് നമ്മുടെ നാട്ടിലെ രാജ്യത്തെ വിദ്യാർത്ഥി സമൂഹത്തെ, നമ്മുടെ നാട്ടിലെ സർവകലാശാലകളെ എടുത്തെറിയാൻ നിമിത്തമായ ചില കാരണങ്ങളുണ്ട്. കേരളം എന്തുകൊണ്ടോ ആ വിഷയത്തിൽ ഉറങ്ങുകയാണ് എന്ന് തോന്നുന്നു. നമ്മുടെ നാട്ടിലെ സർവകലാശാലകളും നമ്മുടെ കലാലയങ്ങളും നമ്മുടെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും വിദ്യാർത്ഥി നേതാക്കളുമെല്ലാം വളരെ സുഖകരമായ ഒരു നിദ്രയിൽ, ഒരു ആലസ്യത്തിൽ കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കേരളത്തിൻ്റെ പുറത്ത് ഏതാണ്ട് എല്ലാ സർവകലാശാലകളിലും വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിൽ അതിശക്തമായ സമരങ്ങളും മുദ്രാവാക്യങ്ങളുമെല്ലാം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അതിന് സവിശേഷമായൊരു പശ്ചാത്തലമുണ്ട്. ഹൈദരാബാദ് കേന്ദ്ര സർവകലാശാലയിൽ, ഹൈദരാബാദ് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ PhDക്ക് പഠിച്ചുകൊണ്ടിരുന്ന രോഹിത് വെമുല എന്ന് പറയുന്നൊരു വിദ്യാർത്ഥി, അദ്ദേഹം ദലിതനായി പോയതിൻ്റെ പേരിൽ മാത്രം, അദ്ദേഹം സവർണനല്ലാത്തതിൻ്റെ പേരിൽ മാത്രം, ഒരവർണ ജാതിയിൽ പിറന്നുപോയതിൻ്റെ പേരിൽ മാത്രം കേന്ദ്ര മാനവ വിഭവശേഷി മന്ത്രാലയത്താലും അവിടെയുള്ള സർവകലാശാല അധികൃതരാലുമെല്ലാം അതിക്രൂരമായി വേട്ടയാടപ്പെടുകയും, ആ വേട്ടയിൽ മനം നൊന്ത് അദ്ദേഹത്തിൻ്റെ ഭാവിയെക്കുറിച്ചുള്ള സ്വപ്നങ്ങളെ മുഴുവൻ കരിച്ചു കളഞ്ഞ് ആത്മഹത്യ ചെയ്യുകയും ചെയ്തൊരു സന്ദർഭം. ആ ആത്മഹത്യയിൽ നിന്ന് പടർന്നു വന്ന സമരത്തിൻ്റെ അഗ്നികൾ ഇന്ത്യയിലെ എല്ലാ പ്രദേശങ്ങളിലെയും സർവകലാശാലകൾ പിടിച്ചുകുലുക്കുകയും അവിടെ നിന്ന് വിദ്യാർത്ഥികൾ
ജാതിയെ സംബന്ധിച്ച അതിശക്തമായ ചോദ്യങ്ങൾ ഉന്നയിച്ചു തുടങ്ങുകയും മനുഷ്യരെല്ലാവരും പൗരന്മാരെന്ന നിലയിൽ ഇന്ത്യയിൽ തുല്യരായി പരിഗണിക്കപ്പെടണം എന്ന അർത്ഥത്തിലുള്ള മുദ്രാവാക്യങ്ങൾ വിളിച്ചു തുടങ്ങുകയും ചെയ്ത സമയത്ത് അവർക്ക് ശക്തമായ താക്കീത് നൽകാൻ എന്നവണ്ണം ആ സമരങ്ങൾക്ക് മുന്നിൽ നിന്ന ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സർവകലാശാലക്കകത്തേക്ക് പോലീസ് ഇരച്ചു കയറുകയും അവിടെയുള്ള വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത് തടവറയിലിടുകയും അവിടെയുള്ള വിദ്യാർത്ഥി സമരത്തെ ഭീഷണിപ്പെടുത്താനുള്ള പരിശ്രമങ്ങൾ നടത്തുകയും ആ സമരങ്ങൾക്ക് മുന്നിൽ നിന്ന ആളുകളുടെ മേൽ രാജ്യദ്രോഹത്തിന്റെ മുദ്രയടിക്കുകയും വലിയ ഭീഷണിയുടെ സ്വരത്തിൽ നമ്മുടെ ഭരണകൂടം സംസാരിക്കുകയും ഇത്തരം സമരങ്ങളുമായി നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങളെല്ലാവരും ഇദ്ദേഹത്തെ പോലെ കൽത്തുറുങ്കിൽ അടക്കപ്പെടുമെന്ന് പറയാതെ പറയുകയുമെല്ലാം ചെയ്യുന്ന സവിശേഷമായ ഒരു സന്ദർഭം. അത്തരമൊരു സന്ദർഭത്തിൽ തീർച്ചയായും നമ്മളോട് തന്നെ ചോദിക്കേണ്ട കുറെ ചോദ്യങ്ങളുണ്ട്. നമ്മൾ ജീവിക്കുന്നത് ഏത് കാലഘട്ടത്തിലാണ്, ഏത് നാട്ടിലാണ്? ആധുനികത എന്ന് പറയുന്ന വളരെ സവിശേഷമായൊരു അനുഭവം നിലനിൽക്കുന്ന, മനുഷ്യരെല്ലാവരും ഒന്നാണ് എന്ന് നമ്മൾ വിചാരിക്കുന്ന ഒരാധുനിക ദേശരാഷ്ട്രത്തിൽ പൗരന്മാർക്കിടയിൽ വിവേചനങ്ങളില്ല എന്ന് നമ്മൾ പ്രസംഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലം. ആ കാലത്ത് എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ദലിതൻ ഉണ്ടാകുന്നത്? എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ അവർണൻ ഉണ്ടാകുന്നത്? എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ സവർണൻ മേലാളനാണ് എന്ന ചിന്തയുണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് ആധുനിക ഭാരതത്തിൽ ദലിതനായി പിറന്നുപോയതിൻ്റെ പേരിൽ മാത്രം രോഹിത്തിന് ആത്മഹത്യ ചെയ്യേണ്ടി വരുന്നത്? എന്തുകൊണ്ടാണ് രോഹിത്തിന് വേണ്ടി മുദ്രാവാക്യം വിളിച്ചതിൻ്റെ പേരിൽ മാത്രം ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ വിദ്യാർത്ഥികൾ ഭരണകൂട ഭീകരതയുടെ ഇരകളായി മാറുന്നത്? ഇത് വളരെ അടിസ്ഥാനപരമായ ചോദ്യങ്ങളാണ്. ഭാരതത്തെ ജാതി വേട്ടയാടാൻ തുടങ്ങിയത് ഇന്നും ഇന്നലെയും ഒന്നുമല്ല. നമ്മുടെ നാട്ടിലെ സാമൂഹിക പരിഷ്കർത്താക്കൾ, ശ്രീനാരായണ ഗുരുവിനെ പോലുള്ള ആളുകൾ, ഇതേപോലെ ഇന്ത്യയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വ്യത്യസ്ത സാമൂഹിക പരിഷ്കർത്താക്കൾ, ജ്യോതിബ ഫൂലെയെ പോലുള്ള മഹാന്മാരായ സാമൂഹിക പരിഷ്കർത്താക്കൾ, ഡോക്ടർ ബി.ആർ. അംബേദ്കറെ പോലുള്ള സാമൂഹിക പരിഷ്കർത്താക്കൾ ജാതിക്കെതിരെയും ജാതിയുടെ പേരിലുള്ള വിവേചനങ്ങൾക്കെതിരെയും അതിശക്തമായി സംസാരിച്ചിട്ടും അയിത്തത്തെയും തൊടലിനെയും തീണ്ടലിനെയും ജാതിയുടെ പേരിലുള്ള ഉച്ചനീചത്വങ്ങളെയുമെല്ലാം ഇന്ത്യയുടെ ഭരണഘടന കുറ്റകൃത്യങ്ങളായി പ്രഖ്യാപിച്ചിട്ടും എന്തുകൊണ്ട് ഇന്ത്യയുടെ പൊതുമനസ്സിൽ ജാതി ശക്തമായി നിലനിൽക്കുന്നു? മനുഷ്യരെ പല തട്ടുകളിലായി കാണുവാനുള്ള പ്രേരണ എവിടെ നിന്നാണ് വരുന്നത്? നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് സംസാരിക്കുവാൻ വേണ്ടിയാണ് ഇത്തരമൊരു പൊതുയോഗം സംഘടിപ്പിക്കപ്പെടുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ആർക്കും പുതുതായി പരിചയപ്പെടുത്തേണ്ടുന്ന ഒരു വ്യക്തിത്വമല്ല. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങളായി ലോകം കേട്ടുകൊണ്ടിരിക്കുന്ന, ലോകം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന, ലോകം വായിച്ചുകൊണ്ടിരിക്കുന്ന, ലോകം പഠിച്ചുകൊണ്ടിരിക്കുന്ന, ലോകം അപഗ്രഥിച്ചുകൊണ്ടിരിക്കുന്ന, ലോകത്തേക്ക് നിയോഗിക്കപ്പെട്ട അവസാനത്തെ പ്രവാചകനാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കാത്തവരായി, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് വായിച്ചിട്ടില്ലാത്തവരായി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടില്ലാത്തവരായി ഈ നാട്ടിൽ ആരും ഉണ്ടാവുകയില്ല. പക്ഷേ ഒരു കാര്യം നമ്മൾ അറിയണം, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമ്മൾ ഇന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ അധികവും വസ്തുതകളുമായി യാതൊരു ബന്ധവുമില്ലാത്ത കാര്യങ്ങളാണ് എന്ന യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യം എന്തുകൊണ്ട് അത്തരമൊരു യാഥാർത്ഥ്യം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നു എന്ന് ആലോചിക്കുവാനാണ് നമുക്ക് കഴിയേണ്ടത്. നിങ്ങൾ ക്രിസ്തുവിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, നിങ്ങൾ കൃഷ്ണനെ കുറിച്ച് കേട്ടിട്ടുണ്ട്, നിങ്ങൾ രാമനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പക്ഷേ രാമനൊരു ഭീകരവാദിയാണ് എന്ന്, രാമനൊരു പെൺവിരുദ്ധനാണ് എന്ന്, കൃഷ്ണൻ പെൺവിരുദ്ധനാണ് എന്ന്, കൃഷ്ണൻ ഭീകരവാദിയാണ് എന്ന്, കൃഷ്ണൻ യുദ്ധോത്സുകനാണ് എന്ന് നിങ്ങൾ ഒരിക്കലും കേട്ടിട്ടില്ല. ക്രിസ്തു പെൺവിരുദ്ധനാണ് എന്നോ, പെൺവേട്ടക്കാരനാണ് എന്നോ, ഭീകരവാദിയാണ് എന്നോ, ആക്രമണോത്സുകനാണ് എന്നോ, യുദ്ധക്കൊതിയനാണ് എന്നോ നിങ്ങൾ ഒരിക്കലും കേട്ടിട്ടില്ല. പക്ഷേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ക്രിസ്തുവിനെയും കൃഷ്ണനെയും എല്ലാം പോലെ ലോകത്തിലെ കോടിക്കണക്കിന് ആളുകൾ സ്നേഹിക്കുന്ന, ആദരിക്കുന്ന, മതകീയമായ മുഖമുള്ള ഒരു മഹാപ്രവാചകന്റെ വ്യക്തിത്വം, ആ മഹാപ്രവാചകന്റെ വ്യക്തിത്വം ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കപ്പെടുന്ന സമയത്ത് ആ പ്രവാചകൻ ഭീകരവാദിയാണ് എന്നും, തീവ്രവാദിയാണ് എന്നും, അദ്ദേഹം പെൺവിരുദ്ധനാണ് എന്നും, പെൺവേട്ടക്കാരനാണ് എന്നുമെല്ലാം ലോകത്തിന്റെ മീഡിയ മത്സരിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ആക്ഷേപിക്കുവാനും, അദ്ദേഹത്തിന്റെ കാർട്ടൂണുകൾ വരയ്ക്കുവാനും, നഗ്ന ചിത്രങ്ങൾ പ്രസിദ്ധീകരിക്കുവാനും, അദ്ദേഹത്തെ അപഹസിച്ചുകൊണ്ട് കവിതകൾ എഴുതുവാനും എല്ലാമുള്ള പരിശ്രമങ്ങൾ തകൃതിയായി നടക്കുന്നു. നമ്മുടെ
കേരളത്തിൽ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പച്ചക്ക് തെറി പറഞ്ഞുകൊണ്ടും വിമർശിച്ചുകൊണ്ടുമുള്ള പ്രഭാഷണങ്ങളും ലേഖനങ്ങളുമെല്ലാം തകൃതിയായി മുന്നോട്ട് പോകുന്നു. ഇതെന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുമ്പോൾ ആദ്യം പറഞ്ഞ ചില കാര്യങ്ങൾ എന്തുകൊണ്ടുണ്ടാകുന്നു എന്ന് നമ്മൾ ഇതിനോട് ചേർത്ത് മനസ്സിലാക്കേണ്ടി വരും. ലോകത്തേക്ക് ഒരുപാട് മതപ്രവാചകന്മാർ കടന്നു വന്നിട്ട് ഒരുപാട് പുണ്യപുരുഷന്മാർ ലോകത്തുണ്ടായിട്ട് അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാൾ മാത്രം വേർതിരിച്ച് നിർത്തപ്പെടുത്തി അയാൾ മാത്രം ആക്രമിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹം മാത്രം വ്യക്തിഹത്യകൾക്ക് വിധേയമാകുന്നത് എന്തുകൊണ്ടാണ്? അദ്ദേഹം മാത്രം അധിക്ഷേപങ്ങൾക്ക് പാത്രമാകുന്നത് എന്തുകൊണ്ടാണ്? ലോകത്തിന് പരിചയമുള്ള നൂറുകണക്കിന് മതകീയ വ്യക്തിത്വങ്ങളിൽ നിന്ന് മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്നൊരു വ്യക്തി മാത്രം അടർത്തി മാറ്റപ്പെടുത്തി അദ്ദേഹം മാത്രം ഈ തരത്തിലുള്ള നിന്ദകൾക്ക് പാത്രമാകുന്നത് എന്തുകൊണ്ടാണ്? അവിടെയാണ് നമ്മൾ വളരെ ഗൗരവമേറിയ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഖുർആനിലെ 34-ാമത്തെ അധ്യായം സൂറത്ത് സബയിലെ 28-ാമത്തെ വചനം, വമാ അർസൽനാക ഇല്ലാ കാഫത്തൻ ലിന്നാസി ബശീറൻ വനദീറ വലാകിന്ന അക്തറന്നാസി ലാ യഅലമൂൻ. പ്രപഞ്ചങ്ങളുടെ നാഥൻ, പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് മുഹമ്മദ് നബിയെ ലോകത്തിലേക്ക് നിയോഗിച്ചിട്ടുള്ളത് മുഴുവൻ മനുഷ്യരിലേക്കുമുള്ള ദൈവദൂതനായിട്ടാണ്. അവർക്ക് മുഴുവൻ സന്തോഷ വാർത്ത അറിയിക്കുവാനാണ്, അവർക്ക് മുഴുവൻ താക്കീത് നൽകുവാനാണ്. എന്നാൽ മനുഷ്യരിൽ അധിക പേരും ആ വസ്തുത മനസ്സിലാക്കുന്നില്ല. ഹിന്ദുവായാലും ക്രിസ്ത്യാനിയായാലും മുസ്ലിം ആയാലും ബൗദ്ധനായാലും ജൈനനായാലും കമ്മ്യൂണിസ്റ്റ് ആയാലും യുക്തിവാദിയായാലും ലോകത്ത് ജീവിക്കുന്ന സകല മനുഷ്യർക്കുമിടയിലേക്ക് നിയോഗിക്കപ്പെട്ട അവസാനത്തെ പ്രവാചകനാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് പ്രവാചകന്മാർ നിയോഗിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. ഖുർആനിലെ 35-ാമത്തെ അധ്യായം സൂറത്തുൽ ഫാത്തിറിലെ 24-ാമത്തെ വചനം, വൈമിൻ ഉമ്മത്തിൻ ഇല്ലാ ഖലാ ഫീഹാ നദീർ. ഒരു പ്രവാചകൻ കടന്നു വരാത്തൊരു സമുദായവും ഉണ്ടായിട്ടില്ല. ലോകത്തിന്റെ ഏതൊക്കെ ഭാഗങ്ങളിൽ ജനങ്ങൾ അധിവസിച്ചിട്ടുണ്ടോ അവർക്കിടയിലേക്ക് മുഴുവൻ പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ട്. ഭാരതത്തിലേക്ക് മഹാന്മാരായ ധർമ്മ സംസ്ഥാപകരായി പ്രവാചകന്മാർ കടന്നു വന്നിട്ടുണ്ട്. ഇസ്രായേൽ തറവാട്ടിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. അബ്രഹാമും മോശയും യേശുവുമെല്ലാം മാനവകുലത്തെ ധർമാധർമ്മങ്ങൾ പഠിപ്പിക്കുവാൻ വേണ്ടി കടന്നു വന്ന മഹാപ്രവാചകന്മാരായിരുന്നു. പക്ഷേ ഈ പ്രവാചകന്മാരെല്ലാം ഏതെങ്കിലും ചില പ്രത്യേക സമൂഹങ്ങളിലേക്ക്, പ്രത്യേക കാലങ്ങളിലേക്ക്, പ്രത്യേക ദേശങ്ങളിലേക്ക് പ്രത്യേകമായി നിയോഗിക്കപ്പെട്ടവരായിരുന്നു. എന്നാൽ അവരിൽ നിന്ന് വ്യത്യസ്തമായി അവസാനത്തെ പ്രവാചകനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിലെ സകല മനുഷ്യരിലേക്കുമായാണ് നിയോഗിക്കപ്പെട്ടത്. സകല പ്രദേശങ്ങളിലേക്കുമായി, സകല കാലങ്ങളിലേക്കുമായി, സകല മതക്കാരിലേക്കുമായി, സകല ജാതിക്കാരിലേക്കുമായി, സകല ദേശക്കാരിലേക്കുമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനത്തിന് ശേഷം അന്ത്യനാൾ വരെ ഭൂമുഖത്ത് പിറന്നു വീഴുന്ന മുഴുവൻ മനുഷ്യരിലേക്കുമായി നിയോഗിക്കപ്പെട്ടതാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മുൻകാല പ്രവാചകന്മാർ ചില പ്രത്യേക സമൂഹങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ടവരായിരുന്നു എന്നതുകൊണ്ട് തന്നെ അവരുടെ അധ്യാപനങ്ങൾ അവരുടെ മരണത്തോടുകൂടി ഈ ലോകത്തിന് ഇന്ന് അപ്രത്യക്ഷമായി. ആ അധ്യാപനങ്ങളിൽ പുരോഹിതന്മാർ കൈകടത്തി. ആ അധ്യാപനങ്ങളെ അവർ വികൃതമാക്കി, അവർ വക്രീകരിച്ചു, അവർ ദുർവ്യാഖ്യാനിച്ചു. എന്നാൽ അന്തിമ പ്രവാചകനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ ലോകത്തിലെ മുഴുവൻ മനുഷ്യർക്കുമുള്ളതായതുകൊണ്ട് തന്നെ അത് അന്ത്യനാൾ വരെ ലോകത്ത് നിലനിർത്തുവാൻ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് തീരുമാനിച്ചു. അതുകൊണ്ടാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കപ്പെട്ട പ്രപഞ്ച സൃഷ്ടാവിന്റെ അധ്യാപനങ്ങൾ ഇന്നും ലോകത്തിന് മുന്നിൽ കൈകടത്തലുകൾ കൂടാതെ നിലനിൽക്കുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് നേരത്തെ ഇവിടെ നടന്ന സംസാരങ്ങളിൽ സൂചിപ്പിച്ചു. പരിശുദ്ധ ഖുർആനിനെ കുറിച്ച് ഖുർആൻ തന്നെ പറയുന്ന വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. ഖുർആനിലെ 15-ാമത്തെ അധ്യായം സൂറത്തുൽ ഹിജ്റിലെ 9-ാമത്തെ വചനം, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് പറയുകയാണ്, ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും ക്രിസ്ത്യാനിയുടെയും നാഥനായ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവ് നാമാണ് ഈ വേദഗ്രന്ഥത്തെ അവതരിപ്പിച്ചത്. ദൈവം തമ്പുരാനാണ് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത്. പരിശുദ്ധ ഖുർആനിലെ ഓരോ അക്ഷരവും, ഓരോ വാക്കും, ഓരോ വാചകവും പ്രപഞ്ച സൃഷ്ടാവിൻ്റെതാണ്. പ്രപഞ്ച സൃഷ്ടാവിൻ്റെതല്ലാത്ത ഒരു വർത്തമാനവും പരിശുദ്ധ ഖുർആനിലില്ല. നാമാണ് ഈ ഖുർആൻ അവതരിപ്പിച്ചത്, നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും എന്ന് പ്രപഞ്ച സൃഷ്ടാവ് പ്രഖ്യാപിച്ചു. അതാണ് ഖുർആനിന്റെ സവിശേഷത. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദൈവം തമ്പുരാൻ അവതരിപ്പിച്ചു കൊടുത്ത പരിശുദ്ധ ഖുർആനാകുന്ന വേദഗ്രന്ഥം, ആ വേദഗ്രന്ഥം, ദൈവം തമ്പുരാൻ അവതരിപ്പിച്ച വേദഗ്രന്ഥം ലോകത്തിലെ
മനുഷ്യർക്കുമായി അന്ത്യനാൾ വരെ യാതൊരു കൈകടത്തലും വരാതെ ദൈവം തമ്പുരാൻ അതേ രീതിയിൽ സംരക്ഷിക്കും. ഇതേപോലെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിന്റെ ഓരോ സന്ദർഭത്തിലും എന്തൊക്കെ ചെയ്തു എന്നും എന്തൊക്കെ പറഞ്ഞു എന്നും എന്തിനൊക്കെ എതിർത്തു എന്നും എന്തിനെയൊക്കെ അംഗീകരിച്ചു എന്നും അദ്ദേഹത്തിന്റെ വിശ്വസ്തരായ അനുയായികൾ അടുത്ത തലമുറക്ക് പറഞ്ഞു കൊടുക്കുകയും ആ തലമുറ പിന്നീടുള്ള തലമുറക്ക് അത് പറഞ്ഞു കൊടുക്കുകയും അവർ അടുത്ത തലമുറക്ക് അത് പറഞ്ഞു കൊടുക്കുകയും ഈ പറഞ്ഞു കൊടുക്കലുകൾ ഹദീസുകളായി നമുക്ക് മുന്നിൽ രേഖപ്പെടുത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ആയിരക്കണക്കിന് വരുന്ന ഹദീസുകളിലൂടെ കടന്നുപോയാൽ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 1400 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തോട് എന്തൊക്കെയാണ് പറഞ്ഞത് എന്നും എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്തത് എന്നും എന്തൊക്കെയാണ് അദ്ദേഹം പഠിപ്പിച്ചത് എന്നും കൃത്യമായി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. മുമ്പ് കടന്നു വന്ന പ്രവാചകന്മാരുടെ ഒന്നും സ്ഥിതിവിശേഷം ഇതായിരുന്നില്ല. ആ പ്രവാചകന്മാർ മരണപ്പെട്ടതോടുകൂടി ആ മതാചാര്യന്മാർ ലോകത്തിന് ഇന്ന് അപ്രത്യക്ഷമായതോടുകൂടി അവരുടെ അധ്യാപനങ്ങളും ലോകത്തിന് ഇന്ന് അപ്രത്യക്ഷമായി. അവർക്ക് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളിൽ പുരോഹിതന്മാർ കൈകടത്തി. ആ വേദഗ്രന്ഥങ്ങളെ പുരോഹിതന്മാർ ദുർവ്യാഖ്യാനിച്ചു. നാം ഭാരതത്തിലേക്ക് മടങ്ങി വരിക. എന്താണ് ഭാരതത്തിൽ ഉണ്ടായത്? ഭാരതത്തിൽ തീർച്ചയായും ഒരുപാട് ഋഷിമാരുണ്ടായിട്ടുണ്ട്, ഒരുപാട് മുനിമാരുണ്ടായിട്ടുണ്ട്, ഒരുപാട് മഹാപണ്ഡിതന്മാരുണ്ടായിട്ടുണ്ട്. ആ മഹാപണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ വലിയ വലിയ ദർശനങ്ങൾ ജന്മം കൊണ്ടിട്ടുണ്ട്. ആ ദർശനങ്ങളിൽ ലോകത്തിന് വെളിച്ചം പകർന്ന വലിയ പാഠങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കാലക്രമത്തിൽ എന്ത് സംഭവിച്ചു എന്ന ചോദ്യത്തിന് ഈ കഴിഞ്ഞ ദിവസം നമ്മളോട് ആത്മഹത്യ ചെയ്ത് വിട പറഞ്ഞ രോഹിത് അടക്കം ഉത്തരം പറയുന്നുണ്ട്. നമുക്കറിയാം, ഭാരതത്തിൽ ആദ്യമായി രചിക്കപ്പെട്ട വേദഗ്രന്ഥമാണ് ഋഗ്വേദം എന്ന് വിശ്വസിക്കപ്പെടുന്നു. ഋഗ്വേദം ഭാരതീയ വേദങ്ങളിൽ, ചതുർവേദങ്ങളിൽ ഭാരതത്തിൽ രചിക്കപ്പെട്ട 4 വേദങ്ങളിൽ ഋഗ്വേദവും യജുർവേദവും സാമവേദവും അഥർവവേദവുമാണ് ചതുർവേദങ്ങൾ എന്നറിയപ്പെടുന്ന 4 ഭാരതീയ വേദഗ്രന്ഥങ്ങൾ. ഈ വേദഗ്രന്ഥങ്ങളിൽ ഏറ്റവും പഴക്കമുള്ള വേദഗ്രന്ഥമാണ് ഋഗ്വേദം. ഋഗ്വേദത്തിലാണ് പ്രശസ്തമായ പുരുഷ സൂക്തമുള്ളത്. ആ പുരുഷ സൂക്തത്തിൽ ഋഗ്വേദം വളരെ കൃത്യമായി പറയുന്നത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവിന് ഒരു മനുഷ്യന്റെ രൂപമാണുള്ളത് എന്നാണ്. ആ മനുഷ്യന്റെ രൂപമുള്ള പ്രപഞ്ച സൃഷ്ടാവിന്റെ തലയിൽ നിന്നാണ്, ശിരസിൽ നിന്നാണ് ബ്രാഹ്മണന്മാർ സൃഷ്ടിക്കപ്പെട്ടത്. പ്രപഞ്ച സൃഷ്ടാവിന്റെ കൈകളിൽ നിന്നാണ് ക്ഷത്രിയന്മാർ സൃഷ്ടിക്കപ്പെട്ടത്. പ്രപഞ്ച സൃഷ്ടാവിന്റെ തുടയിൽ നിന്നാണ് വൈശ്യന്മാർ സൃഷ്ടിക്കപ്പെട്ടത്. പ്രപഞ്ച സൃഷ്ടാവിന്റെ പരമപുരുഷന്റെ വിരാട് പുരുഷന്റെ പാദങ്ങളിൽ നിന്നാണ്, കാലുകളിൽ നിന്നാണ് ശൂദ്രന്മാർ സൃഷ്ടിക്കപ്പെട്ടത്. 4 ജാതികളുണ്ട് എന്ന് കേവലമായി പറഞ്ഞു പോവുകയല്ല ഋഗ്വേദം ചെയ്യുന്നത്. മറിച്ച് ആ 4 ജാതികൾ ദൈവത്തിന്റെ 4 ഭാഗങ്ങളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണ് എന്നും ദൈവത്തിന്റെ തലയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടതിനാൽ ബ്രാഹ്മണന്മാർ ജന്മനാ തന്നെ ഉന്നതരാണ് എന്നും അവർക്ക് സവിശേഷമായ അധികാരങ്ങളുണ്ട് എന്നും ആ അധികാരങ്ങൾ ദൈവം തമ്പുരാൻ കനിഞ്ഞരുളിയതാണ് എന്നും ദൈവത്തിന്റെ ശിരസിൽ നിന്ന് പ്രത്യേകമായി സൃഷ്ടിക്കപ്പെട്ടവരാണ് അവർ എന്നും ഋഗ്വേദം പഠിപ്പിക്കുന്നു. ദൈവത്തിന്റെ കൈകളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണ് ക്ഷത്രിയന്മാർ. അവർക്ക് അതിൻ്റെതായ ശ്രേഷ്ഠതയുണ്ട്. അതേസമയം ദൈവത്തിന്റെ തുടകളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണ് ഇവിടെയുള്ള വൈശ്യന്മാർ. അവർക്ക് ക്ഷത്രിയന്മാരെക്കാൾ കുറഞ്ഞ ശ്രേഷ്ഠതയുണ്ട്. ശൂദ്രന്മാരാകട്ടെ, ഏറ്റവും താഴെയുള്ളവരാകട്ടെ, അടിച്ചമർത്തപ്പെട്ടവരാകട്ടെ, അവർ ദൈവത്തിന്റെ പാദങ്ങളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണ്, ദൈവത്തിന്റെ കാലുകളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണ്. മനുഷ്യരെല്ലാവരും ഒരേ രീതിയിൽ സ്ത്രീ പുരുഷ ബന്ധം വഴി ഉമ്മയുടെയും ഉപ്പയുടെയും അച്ഛന്റെയും അമ്മയുടെയും മക്കളായി ജനിച്ചവരാണ് എന്നും അവരെല്ലാവരും തുല്യരാണ് എന്നും പറയുന്നതിന് പകരം, അത് ലോകത്തെ പഠിപ്പിക്കുന്നതിന് പകരം ദൈവത്തിന്റെ 4 ഭാഗങ്ങളിൽ നിന്നാണ് 4 തരത്തിലുള്ള മനുഷ്യർ സൃഷ്ടിക്കപ്പെട്ടത് എന്നും അവ ദൈവത്തിന്റെ പാദങ്ങളിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ശൂദ്രന്മാർ അതിനാൽ തന്നെ അടിച്ചമർത്തലിൽ നിന്ന് അർഹരാണ് എന്നും പറയുന്ന തരത്തിലുള്ള അധ്യാപനം ഒരു വേദഗ്രന്ഥത്തിൽ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? അവിടെയാണ് നമ്മൾ പറഞ്ഞ വിഷയം പ്രസക്തമാകുന്നത്. ഭാരതത്തിലേക്ക് കടന്നു വന്ന ആ ഋഷിമാർക്ക് അവതരിപ്പിക്കപ്പെട്ട വേദങ്ങൾ, ആ വേദങ്ങളിൽ ഋഷിമാരുടെ കാലശേഷം പുരോഹിതന്മാർ കൈകടത്തിയപ്പോൾ, ആ വേദങ്ങളെ അവർ ദുർവ്യാഖ്യാനിച്ചപ്പോൾ, പ്രവാചകന്മാരുടെ കാലശേഷം അവർ സ്വന്തമായി മതനിയമങ്ങളെ കെട്ടിയുണ്ടാക്കിയപ്പോൾ അവർ ജാതി സൃഷ്ടിച്ചു. ആ ജാതിക്ക് അനുകൂലമായി വേദഗ്രന്ഥങ്ങളെ വളച്ചൊടിച്ചു. വേദഗ്രന്ഥങ്ങളിൽ ജാതിയെ ന്യായീകരിക്കുവാൻ വേണ്ടിയുള്ള വചനങ്ങളെ അവർ കടത്തിക്കിട്ടു. ഇത് കേവലം ഒരു ഋഗ്വേദത്തിന്റെ മാത്രം കഥയല്ല. നമ്മൾ ഉപനിഷത്തുക്കളെ പരിശോധിക്കുക. ഇന്ത്യ, ഭാരതം ലോകത്തിന് മുന്നിൽ അഭിമാനത്തോടുകൂടി എടുത്തു കാണിക്കുന്ന ഉപനിഷത്തുക്കളിൽ ഭാരതത്തിൽ വിരിഞ്ഞു വന്ന മനോഹരമായ ദർശനങ്ങൾ പരിലസിക്കുന്നു
പറയുന്നു എന്ന് മഹാപണ്ഡിതന്മാർ പ്രസംഗിക്കുന്ന ഈ ഉപനിഷത്തുക്കൾ വളരെ പ്രധാനപ്പെട്ട ഉപനിഷത്താണ് ഛന്ദോഗ്യോപനിഷത്ത്. ഛന്ദോഗ്യോപനിഷത്ത് നിങ്ങൾ പരിശോധിക്കുക, അതിൽ നിങ്ങൾ കാണും മനുഷ്യർ ഈ ഭൂമിയിൽ ജനിച്ചത് അവരുടെ ആദ്യത്തെ ജന്മമല്ല, പുനർജന്മ സിദ്ധാന്തം അവതരിപ്പിക്കുകയാണ് ഛന്ദോഗ്യോപനിഷത്ത്. നമുക്ക് ഭൂമിയിൽ ഒരുപാട് ജന്മങ്ങളുണ്ട്. എനിക്ക് ഇതിനു മുമ്പ് ഒരുപാട് ജന്മങ്ങളുണ്ടായിരുന്നു, ഇതിനു ശേഷവും ഒരുപാട് ജന്മങ്ങളുണ്ട്. കഴിഞ്ഞ ജന്മത്തിൽ ഞാൻ എന്തായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയുണ്ടാകണമെന്നില്ല. അടുത്ത ജന്മത്തിൽ ഞാൻ എന്തായിട്ടാണ് ഭൂമിയിൽ അവതരിക്കുക എന്ന് എനിക്ക് അറിഞ്ഞുകൊള്ളണമെന്നുമില്ല. പക്ഷേ ഛന്ദോഗ്യോപനിഷത്ത് മനുഷ്യരോട് പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഈ ജന്മത്തിൽ സ്വധർമ്മം അനുഷ്ഠിച്ചാൽ, നിങ്ങൾ നന്മ പ്രവർത്തിച്ചാൽ, നിങ്ങൾ ദൈവത്തിന്റെ കൽപ്പനകൾക്ക് വിധേയപ്പെട്ട് ജീവിച്ചാൽ അടുത്ത ജന്മത്തിൽ നിങ്ങൾ ബ്രാഹ്മണനായി ജനിക്കും, അല്ലെങ്കിൽ ക്ഷത്രിയനായി ജനിക്കും, അല്ലെങ്കിൽ വൈശ്യനായി ജനിക്കും. എന്നാൽ നിങ്ങൾ ഈ ജന്മത്തിൽ ധർമ്മമാണ് അനുഷ്ഠിക്കുന്നതെങ്കിൽ, നിങ്ങൾ ഈ ജന്മത്തിൽ നീതികേടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ, നിങ്ങൾ ഈ ജന്മത്തിൽ ദൈവകൽപ്പനകളോട് ധിക്കാരം പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ അടുത്ത ജന്മത്തിൽ നിങ്ങൾ പന്നിയോ പട്ടിയോ ചണ്ടാളനോ ആയി ജനിക്കുമെന്നാണ് ഛന്ദോഗ്യോപനിഷത്ത് പ്രസ്താവിക്കുന്നത്. എത്ര തീവ്രമായാണ് കാര്യങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നത് എന്ന് നമ്മൾ പരിശോധിക്കുക. ബ്രാഹ്മണനായി, ക്ഷത്രിയനായി, വൈശ്യനായി ജനിക്കുന്ന ആളുകൾ ആരെങ്കിലും ഇവിടെ ബ്രാഹ്മണനായി ജനിച്ചിട്ടുണ്ടെങ്കിൽ, ക്ഷത്രിയനായി ജനിച്ചിട്ടുണ്ടെങ്കിൽ, വൈശ്യനായി ജനിച്ചിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ അവർ നന്മ പ്രവർത്തിച്ചത് കൊണ്ട് ദൈവം അവർക്ക് കൊടുത്ത സമ്മാനമാണത്. അതിനാൽ അവർക്ക് പ്രത്യേകമായ അധികാരങ്ങൾ ഉണ്ടെങ്കിൽ, പ്രത്യേകമായ അവകാശങ്ങൾ ഉണ്ടെങ്കിൽ, അവർ മറ്റുള്ളവരെ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവം അവർക്ക് കൊടുത്ത ഈ അവകാശത്തിന്റെ മാത്രം ബലത്തിലാണ്. അത് അവർ തന്നെ ചെയ്ത സൽക്കർമ്മങ്ങളുടെ പ്രതിഫലം അവർ ആസ്വദിക്കുകയാണ്. എന്നാൽ ഈ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാതെ ദുഷ്കർമ്മികളായി ജനിച്ചവരാണ് ഈ ജന്മത്തിൽ ചണ്ടാളരായി ജനിക്കുന്നത്. ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ശൂദ്രനോ പോലും ആകാതെ, സവർണ ജാതികളിൽപ്പെട്ട ഒന്നുമാകാതെ അവർണനായി ജനിക്കുന്ന ആളുകൾ ചണ്ടാളർ, ദലിതുകൾ എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വിഭാഗം. ആ ആളുകൾ അവർ ഭൂമിയിൽ ഇപ്പോൾ ദലിതരായി ജനിച്ചിട്ടുണ്ടെങ്കിൽ, അവർ പീഡിപ്പിക്കുന്നുണ്ടെങ്കിൽ, അവർ വിവേചനം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, അവർക്ക് ക്രൂരതകളും യാതനകളും അനുഭവിക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അതവർ കഴിഞ്ഞ ജന്മത്തിൽ ദുഷ്കർമ്മങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഫലമാണ്, അവർ സ്വയം ചെയ്തതാണ്, അവരനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് പഠിപ്പിക്കുകയാണ് ഛന്ദോഗ്യോപനിഷത്ത്. അവിടെയും ആ പദപ്രയോഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ചണ്ടാളനായി, അല്ലെങ്കിൽ പന്നിയായി, അല്ലെങ്കിൽ പട്ടിയായി ജനിക്കുമെന്നാണ് ഛന്ദോഗ്യോപനിഷത്ത് പറയുന്നത്. പന്നിയുടെയും പട്ടിയുടെയും കൂടെയാണ് ചണ്ടാളന്റെ സ്ഥാനമെന്ന് സമൂഹത്തെ പഠിപ്പിക്കുവാൻ വേണ്ടി മതഗ്രന്ഥങ്ങളിലെ വരികൾ ഉപയോഗിക്കപ്പെട്ട കാലഘട്ടം. ഇങ്ങനെ നമ്മൾ ഭാരതത്തിൽ ആഘോഷിക്കപ്പെട്ട മതഗ്രന്ഥങ്ങൾ ഓരോന്നായി എടുത്ത് പരിശോധിക്കുക. നമ്മുടെ നാട്ടിൽ എല്ലായിടത്തും ഗീതാ പ്രഭാഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഗീതയെ വ്യാഖ്യാനിക്കുവാനുള്ള വലിയ പരിശ്രമങ്ങൾ. ഭഗവത്ഗീത മാനവികതയുടെ വലിയ സന്ദേശം പകരുന്നു എന്ന് നമ്മൾ എല്ലായിടത്തും പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഗീത പറയുന്നത് ചാതുർവർണ്ണ്യം മായാസൃഷ്ടമെന്നാണ്. ചാതുർവർണ്ണ്യം, മനുഷ്യരെ 4 ജാതികളായി തിരിച്ചുകൊണ്ടുള്ള ഈ സംവിധാനം അത് ദൈവം തമ്പുരാൻ തന്നെ സൃഷ്ടിച്ചതാണ്. ദൈവം സൃഷ്ടിച്ചതാണ്, ശ്രീകൃഷ്ണൻ സൃഷ്ടിച്ചതാണ്. അതിനെ നിങ്ങൾ ചോദ്യം ചെയ്തുകൂടാ എന്ന് പറയുന്ന ഗീതയുടെ വചനം. എങ്ങനെയാണ് ഇവയെല്ലാം ഉണ്ടാകുന്നത്? ഋഗ്വേദത്തിൽ ദൈവം തമ്പുരാൻ അവതരിപ്പിച്ച വചനമാണിത് എന്ന് വിശ്വസിക്കുവാൻ നമുക്ക് കഴിയില്ല. ഛന്ദോഗ്യോപനിഷത്തിൽ ഭാരതത്തിലേക്ക് കടന്നു വന്ന മഹാന്മാരായ ഋഷിമാരോ മുനിമാരോ പഠിപ്പിച്ചതാണ് ഈ പ്രസ്താവന എന്ന് വിശ്വസിക്കുവാൻ നമുക്ക് കഴിയില്ല. ഗീതയിൽ ചാതുർവർണ്ണ്യം മായാസൃഷ്ടം എന്ന് പറഞ്ഞത് പടച്ചതമ്പുരാനോ അവന്റെ പ്രവാചകന്മാരോ ആണ് എന്ന് വിശ്വസിക്കുവാൻ നമുക്ക് കഴിയില്ല. പിന്നെ എങ്ങനെയുണ്ടായി? അവിടെയാണ് പുരോഹിതന്മാരുടെ കൈകടത്തലുകളെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവിടെ പ്രവാചകന്മാരുടെ കാലശേഷം, മഹാന്മാരായ ഋഷിമാരുടെ കാലശേഷം പുരോഹിതന്മാർ മതഗ്രന്ഥങ്ങളിൽ കൈകടത്തുകയും തങ്ങളുടെ സ്വാർത്ഥതക്കനുസരിച്ച് മനുഷ്യരെ തട്ടുകളാക്കി തിരിക്കുകയും സവർണ മേധാവിത്വം എന്ന സ്വപ്നം തലച്ചോറിനകത്ത് കൊണ്ടു നടക്കുകയും ആ സവർണ മേധാവിത്വം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടി സവർണ മേധാവിത്വത്തെ സിദ്ധാന്തവൽക്കരിക്കുവാൻ ആവശ്യമായ, അവർണരെ പീഡിപ്പിക്കുവാൻ ആവശ്യമായ വചനങ്ങൾ ഈ ഗ്രന്ഥങ്ങളിലെല്ലാം എഴുതി ചേർക്കുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവുകയും ചെയ്തു. ഇത് കേവലം ഭാരതത്തിൽ മാത്രം സംഭവിച്ചതല്ല. നമ്മൾ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിലേക്ക് കടന്നു പോവുക, അവിടെയെല്ലാം ഇതുതന്നെയാണ് സംഭവിച്ചത്. പ്രവാചകന്മാരുടെ കാലശേഷം പ്രവാചകന്മാരുടെ അധ്യാപനങ്ങൾ ദുർവ്യാഖ്യാനിക്കപ്പെടുന്ന സ്ഥിതിവിശേഷം ഭാരതത്തിൽ തന്നെ കേവലം ഇവിടെ മാത്രമാണ് ഇത് ദുർവ്യാഖ്യാനിക്കപ്പെട്ടത് എന്ന് നമ്മൾ വിചാരിക്കരുത്. ഭാരതത്തിലേക്ക് കടന്നു വന്ന ഋഷിമാരും മുനിമാരുമെല്ലാം ഭാരതീയ സമൂഹത്തിന് മുന്നിൽ പഠിപ്പിച്ച അടിസ്ഥാനപരമായ പാഠം എന്തായിരുന്നു? ഭാരതീയ മതഗ്രന്ഥങ്ങളിൽ ഏറ്റവും അധികം ആവർത്തിക്കപ്പെട്ടിട്ടുള്ള ഒരു ശ്ലോകമുണ്ട്. മഹാനിർവഹണ സ്തോത്രം എന്നാണ് ആ ശ്ലോകം
പൊതുവിൽ അറിയപ്പെടുന്നത്. ത്വമേകം വരേണ്യം ത്വമേകം ശരേണ്യം ത്വമേകം ജഗത് കാരണം വിശ്വരൂപം ത്വമേകം ജഗത് കർത്തൃ പാതൃ പ്രഹതൃ ത്വമേകം പരം നിശ്ചലം നിർവികൽപ്പം എന്ന് പറയുന്ന സ്തോത്രം, മഹാനിർവഹണ സ്തോത്രം എന്ന പേരിൽ നമ്മുടെ നാടുകളിൽ നിരന്തരമായി ആവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സ്തോത്രം. എന്താണ് അതിന്റെ അർത്ഥം? ത്വമേകം വരേണ്യം ത്വമേകം ശരേണ്യം ത്വമേകം ജഗത് കാരണം വിശ്വരൂപം. പടച്ചതമ്പുരാനെ വിശദീകരിക്കുകയാണ് മഹാനിർവഹണ സ്തോത്രം. ഈ ശ്ലോകത്തിൽ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചതുപോലെ ഏറ്റവും അധികം ആവർത്തിക്കപ്പെട്ടിരിക്കുന്ന പദം ത്വമേകം 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 എന്ന പദമാണ്. ത്വമേകം എന്ന സംസ്കൃത പദത്തിനർത്ഥം ഏകം എന്നാണ്. ഏകം 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 എന്ന് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ് പടച്ചതമ്പുരാനെ മഹാനിർവഹണ സ്തോത്രം പരിചയപ്പെടുത്തുന്നത്. ദൈവം തമ്പുരാൻ ഏകനാണ് എന്ന വസ്തുത, ആ വസ്തുത തന്നെയാണ് ചതുർവേദങ്ങളും ഉദ്ഘോഷിക്കുന്നത്. ആ ദൈവം തമ്പുരാനെ മാത്രമേ ആരാധിക്കാവൂ എന്ന്, ആ ദൈവം തമ്പുരാനെ മാത്രമേ ഉപാസിക്കാവൂ എന്ന്, ആ ദൈവം തമ്പുരാന് മുന്നിൽ മാത്രമേ പൂജകൾ സമർപ്പിക്കാവൂ എന്ന് ശക്തമായി പഠിപ്പിക്കുന്നുണ്ട് ചതുർവേദങ്ങളെല്ലാം. അതുകൊണ്ടാണ് ചതുർവേദങ്ങളെ വ്യാഖ്യാനിച്ചുകൊണ്ട് ചതുർവേദങ്ങളുടെ പ്രകാശം ഭാരതീയ സമൂഹത്തിന് മുന്നിൽ പരത്തിക്കൊണ്ട് ചതുർവേദങ്ങളിലേക്ക് മടങ്ങണമെന്ന ആഹ്വാനവുമായി ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ എഴുന്നേറ്റ് നിന്ന സ്വാമി ദയാനന്ദ സരസ്വതി എന്ന് പറയുന്ന പണ്ഡിതൻ, ആധുനിക ഇന്ത്യ കണ്ട ഏറ്റവും പ്രഗത്ഭനായ ഹിന്ദുമത പണ്ഡിതൻ, അദ്ദേഹം വേദങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഇന്ത്യയിലെ ഹിന്ദുക്കളോട് പറഞ്ഞത് ദൈവം ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന്. 33 കോടി ദൈവങ്ങളുണ്ട് എന്ന സങ്കല്പം പിൽക്കാലത്ത് കടന്നു വന്നതാണ് എന്നും ആ സങ്കല്പത്തിന് വൈദികമായ അടിത്തറകളില്ല എന്നും വിഗ്രഹാരാധന തെറ്റാണ് എന്നും പ്രപഞ്ച സൃഷ്ടാവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുകയും അവനെ മാത്രം ആരാധിക്കുകയുമാണ് നിങ്ങൾ ചെയ്യേണ്ടത് എന്നും ശക്തമായി ഉത്ബോധിപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ ആര്യ സമാജം ഇന്ത്യയിൽ പ്രവർത്തിച്ചത് ഈ വേദവചനങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ്. ഞാൻ പറയുന്നത് അടിസ്ഥാനപരമായി ഭാരതത്തിലേക്ക് കടന്നു വന്ന മഹാപണ്ഡിതന്മാർ, മഹാഋഷിമാർ, അവരെല്ലാം ദൈവത്തിന്റെ ഏകത്വത്തെക്കുറിച്ച് സംസാരിച്ചു. ദൈവത്തെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുവാൻ പഠിപ്പിച്ചു. ദൈവത്തിന് രൂപമില്ല എന്ന് പറഞ്ഞു. ദൈവത്തിന് പ്രതിരൂപങ്ങളില്ല എന്ന് പഠിപ്പിച്ചു. വിഗ്രഹാരാധനയെ നിശിതമായി വിമർശിച്ചു. പക്ഷേ അതേ വേദങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട്, അതേ വേദങ്ങൾക്കു ശേഷം പിൽക്കാലത്ത് പുരാണങ്ങളെ രചിച്ചുകൊണ്ട് ആ പുരാണങ്ങളുടെ പിൻബലത്തോടുകൂടി ഇന്ത്യയിൽ വിഗ്രഹാരാധന വ്യാപകമായി. വിഗ്രഹാരാധന ഒഴിച്ചുകൂടാൻ കഴിയാത്ത മതാനുഷ്ഠാനമായി. നമ്മുടെ ക്ഷേത്രങ്ങളിൽ ശില്പങ്ങൾ കൊത്തിയുണ്ടാക്കി വെച്ചു. ആ ശില്പങ്ങൾക്ക് മുന്നിൽ പൂജകൾ സമർപ്പിക്കപ്പെടുന്ന സ്ഥിതിവിശേഷമുണ്ടായി. ഇതാണ് എല്ലാ സമൂഹങ്ങളിലും കാലക്രമത്തിൽ സംഭവിച്ചത്. പ്രവാചകന്മാരും വേദഗ്രന്ഥങ്ങളും പഠിപ്പിച്ച അടിസ്ഥാനപരമായ യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് മതസമൂഹങ്ങൾ അകന്നു പോവുകയും പുരോഹിതന്മാർ ആ മതസമൂഹങ്ങളുടെ തലപ്പത്തിരുന്നു കൊണ്ട് പുതിയ മതനിയമങ്ങൾ ഉണ്ടാക്കുകയും ആ മതനിയമങ്ങൾ മനുഷ്യരെ അടിസ്ഥാന മതപാഠങ്ങളിൽ നിന്ന് അകറ്റുകയും ചെയ്യുന്ന ദുര്യോഗം ഇത് എല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. ഇസ്രായേൽ തറവാട്ടിലേക്ക് നിരന്തരമായി പ്രവാചകന്മാരുടെ നിയോഗമുണ്ടായി. മഹാനായ മോശെ പ്രവാചകൻ, അദ്ദേഹത്തിന് ലഭിച്ച പഞ്ചപുസ്തകങ്ങൾ, ഉൽപ്പത്തി, പുറപ്പാട്, സാംഖ്യ, ലേവ്യ, ആവർത്തനം എന്ന് നമ്മൾ പറയുന്ന പഞ്ചപുസ്തകങ്ങൾ, തോറ എന്ന് വിലയിരുത്തപ്പെടുന്ന പഞ്ചപുസ്തകങ്ങൾ, ആ പഞ്ചപുസ്തകങ്ങൾ ഇസ്രായേൽ തറവാട്ടിനു മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ട് അവർക്കിടയിൽ ദൈവികമായ പാഠങ്ങൾ പഠിപ്പിച്ചുകൊണ്ട് മോശെ പ്രവാചകൻ ജീവിച്ചു. മോശെ പ്രവാചകന്റെ കാലശേഷം പിന്നീട് കാലങ്ങൾ കടന്നുപോയപ്പോൾ ഇസ്രായേലർ ദൈവികമായ സന്ദേശങ്ങളിൽ നിന്ന് അകലാൻ തുടങ്ങിയപ്പോൾ അവർക്കിടയിലേക്ക് ക്രിസ്തു യേശു കടന്നു വന്നു. മഹാനായ ക്രിസ്തു യേശു എന്താണ് മഹാനായ ക്രിസ്തു യേശു ഇസ്രായേൽ തറവാട്ടിലേക്ക് കടന്നു വന്നുകൊണ്ട് പറഞ്ഞത് എന്ന് പുതിയ നിയമ പുസ്തകങ്ങൾ നമ്മളെ അസന്നിഗ്ധമായി ബോധ്യപ്പെടുത്തുന്നുണ്ട്. ക്രിസ്തു യേശു പറഞ്ഞു, മാർക്കോസിന്റെ സുവിശേഷത്തിലെ 12-ാം അധ്യായത്തിലെ 29-30 വചനങ്ങളിൽ നമുക്ക് വായിക്കാം. ക്രിസ്തു യേശുവിന്റെ അടുത്തേക്ക് കടന്നു വന്നുകൊണ്ട് ആ ആളുകൾ ചോദിച്ചു, എന്താണ് ഗുരു ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന? ക്രിസ്തു യേശു മറുപടി പറഞ്ഞു, നമ്മുടെ ദൈവമായ കർത്താവ് അവൻ ഏക കർത്താവ്. ആ കർത്താവിനെ പൂർണ്ണ മനസ്സോടുകൂടി, പൂർണ്ണ ആത്മാവോടുകൂടി, പൂർണ്ണ ശക്തിയോടുകൂടി, പൂർണ്ണ ഹൃദയത്തോടുകൂടി നീ സ്നേഹിക്കുക. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന എന്ന് ക്രിസ്തു യേശു പറഞ്ഞ വാചകങ്ങൾ യഥാർത്ഥത്തിൽ അതിസുന്ദരമാണ്. അദ്ദേഹം പറഞ്ഞു, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ് എന്ന്. ക്രിസ്തു യേശു പറഞ്ഞത് ഞാനാണ് കർത്താവ് എന്നല്ല, ഞാനാണ് ദൈവം എന്നല്ല, നിങ്ങളുടെ ദൈവമായ കർത്താവ് എന്നല്ല, നമ്മുടെ ദൈവമായ കർത്താവ് എന്നാണ്. ഞാനടക്കമുള്ള ആളുകളുടെ ദൈവമായ കർത്താവ്, എന്റെയും നിങ്ങളുടെയും കർത്താവ്, എന്റെ ദൈവം നിങ്ങളുടെ ദൈവം. ഞാൻ നിങ്ങളുടെ ദൈവം എന്ന് പറയുന്നതിന് പകരം നിങ്ങളുടെ ദൈവമായ കർത്താവ് എന്ന് പറയുന്നതിന് പകരം ഞാനും നിങ്ങളും അടങ്ങുന്ന നമ്മളുടെ ദൈവമായ കർത്താവ് എന്ന് പഠിപ്പിച്ചു ക്രിസ്തു യേശു. വളരെ
പ്രസിദ്ധമാണ് യഥാർത്ഥത്തിൽ ഈ വചനം. ഷമ്മാ ഇസ്രായേല അദോന്നായി എലോഹിം അദോന്നായി യഹദ് എന്ന് ആ ബൈബിളിന്റെ മൂലഭാഷയിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ള ക്രിസ്തു യേശുവിന്റെ മനോഹരമായ പ്രസ്താവന. ഇസ്രായേലെ കേൾക്ക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്. ആ കർത്താവിനെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ഹൃദയത്തോടും കൂടി സ്നേഹിക്കുക, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കൽപ്പന എന്ന് പഠിപ്പിച്ചു യേശു ക്രിസ്തു. ആ യേശു ക്രിസ്തു ഒരിക്കലും ഞാൻ ദൈവമാണ് എന്ന് അവകാശപ്പെട്ടിട്ടില്ലാത്ത ക്രിസ്തു യേശു, ഞാൻ നിങ്ങളുടെ ദൈവമാണ് എന്നോ ഞാനും ദൈവവും ഒന്നാണ് എന്നോ പഠിപ്പിച്ചിട്ടില്ലാത്ത യേശു ക്രിസ്തു, യേശു ക്രിസ്തുവിന്റെയും എല്ലാ മനുഷ്യരുടെയും ദൈവം ഒന്ന് മാത്രമേ ഉള്ളൂ എന്ന് പഠിപ്പിച്ച ക്രിസ്തു യേശു. അതുകൊണ്ടാണ് മത്തായിയുടെ സുവിശേഷത്തിലെ 4-ാം അധ്യായത്തിലെ 10-ാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത്, ക്രിസ്തു യേശുവിന്റെ അടുത്തേക്ക് കടന്നു വന്ന പിശാചിനെ ദൂരെ കാട്ടിക്കൊണ്ട് ക്രിസ്തു യേശു പറഞ്ഞു, സാത്താനെ ദൂരെ പോ, നീ നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. ഈ പ്രപഞ്ചത്തിന് ഒരു കർത്താവുണ്ട്. ആ കർത്താവ് ഏകനാണ്. അവൻ എന്റെയും നിങ്ങളുടെയും കർത്താവാണ്. അവനെ മാത്രമേ നമസ്കരിക്കാവൂ എന്ന്, അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് കൃത്യമായി എഴുതപ്പെട്ടിരിക്കുന്നു എന്ന് ക്രിസ്തു യേശു പഠിപ്പിച്ചു. പക്ഷേ ചരിത്രത്തിൽ എന്തുണ്ടായി? ആ ക്രിസ്തു യേശു ദൈവമാണ് എന്ന് സിദ്ധാന്തിക്കപ്പെടുന്ന സ്ഥിതിവിശേഷമുണ്ടായി. ആ ക്രിസ്തുവിന് വിഗ്രഹങ്ങൾ ഉണ്ടാകുന്ന സ്ഥിതിവിശേഷമുണ്ടായി. ആ ക്രിസ്തുവും പരിശുദ്ധാത്മാവും പിതാവും ചേർന്നതാണ് ദൈവം എന്ന സിദ്ധാന്തമുണ്ടായി. ത്രിയേക ദൈവസങ്കല്പം എന്ന് ആ സിദ്ധാന്തം വിളിക്കപ്പെട്ടു. ഇങ്ങനെ ഒരു ത്രിയേക ദൈവസങ്കല്പം ക്രിസ്തു യേശു പഠിപ്പിച്ചതായി പുതിയ നിയമത്തിലെ മുഴുവൻ പുസ്തകങ്ങളും പരിശോധിച്ചാലും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ബൈബിളിൽ ഒരുപാട് പ്രവാചകന്മാരുടെ കഥയുണ്ട്. ആദാം മുതൽ ആരംഭിക്കുന്ന ശൃംഖലയാണത്. ആദാമിനെ കുറിച്ച്, നോഹിനെ കുറിച്ച്, അബ്രഹാമിനെ കുറിച്ച്, യാക്കോബിനെ കുറിച്ച്, ജോസഫിനെ കുറിച്ച്, സോളമനെ കുറിച്ച്, ദാവീദിനെ കുറിച്ച്, ഇതേപോലെ മോശയെ കുറിച്ച് എല്ലാം ബൈബിൾ പഴയ നിയമം സവിസ്തരം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിലെവിടെയെങ്കിലും ആദാം ത്രിത്വത്തെക്കുറിച്ച് പറഞ്ഞതായി, നോഹ ത്രിത്വത്തെക്കുറിച്ച് പറഞ്ഞതായി, അബ്രഹാം ത്രിത്വത്തെക്കുറിച്ച് പറഞ്ഞതായി, യാക്കോബ് ത്രിത്വത്തെക്കുറിച്ച് പറഞ്ഞതായി, ജോസഫ് ത്രിത്വത്തെക്കുറിച്ച് പറഞ്ഞതായി, മോശെ ത്രിത്വത്തെക്കുറിച്ച് പറഞ്ഞതായി, ദാവീദ് ത്രിത്വത്തെക്കുറിച്ച് പറഞ്ഞതായി, സോളമൻ ത്രിത്വത്തെക്കുറിച്ച് പറഞ്ഞതായി ബൈബിളിൽ എവിടെയും നമുക്ക് കാണാൻ കഴിയുന്നില്ല. ത്രിത്വം എന്ന പദം പോലും ബൈബിളിൽ ഇല്ല. ട്രിനിറ്റി എന്ന വാക്ക് പോലും ഇംഗ്ലീഷ് ബൈബിളിൽ ഇല്ല. ത്രിയേക ദൈവ വിശ്വാസം എന്ന ഒരു പദപ്രയോഗം പോലും മലയാളം ബൈബിളിൽ ഇല്ല. ദൈവം മൂന്നാണ് എന്നും പക്ഷേ ഒന്നാണ് എന്നും ആ 3 പേരുടെയും ആളത്വങ്ങൾ ഉൾച്ചേർന്നതാണ് ദൈവം എന്നും പറയുന്ന ഒരൊറ്റ വചനം പോലും ബൈബിളിൽ ഇല്ല എന്നതാണ് സത്യം. നിങ്ങൾ പരിശോധിക്കുക, ഈ പ്രവാചകന്മാരാരെങ്കിലും അത്തരം ഒരു സങ്കല്പം പഠിപ്പിച്ചതായി ബൈബിൾ എവിടെയെങ്കിലും പറയുന്നുണ്ടോ? ഇല്ല എന്നത് സത്യം. പൂർവ്വ പ്രവാചകന്മാർക്കാർക്കും ദൈവം 3 ആയിരുന്നില്ലെങ്കിൽ യേശുവിന് മാത്രം അത് 3 ആയി മാറുമോ? അബ്രഹാമിന്റെ ദൈവം ഒന്നായിരുന്നുവെങ്കിൽ യേശുവിൻ്റെത് 3 ആകുമോ? മോശയുടെ ദൈവം ഒന്നായിരുന്നെങ്കിൽ യേശുവിൻ്റെത് 3 ആകുമോ? ദാവീദിന്റെ ദൈവം ഒന്നായിരുന്നുവെങ്കിൽ യേശുവിൻ്റെത് 3 ആയി മാറുമോ? സോളമന്റേത് ഒന്നായിരുന്നുവെങ്കിൽ യേശുവിൻ്റെത് 3 ആകുമോ? യാക്കോബിൻ്റെത് ഒന്നായിരുന്നുവെങ്കിൽ യേശുവിൻ്റെത് 3 ആകുമോ? ജോസഫിൻ്റെത് ഒന്നായിരുന്നുവെങ്കിൽ യേശുവിൻ്റെത് 3 ആകുമോ? ആ ചോദ്യമാണ് നമ്മളോട് ചോദിക്കേണ്ടത്. ഇവരെല്ലാവരും സംസാരിച്ചത് ഒരേ ദൈവത്തെക്കുറിച്ചാണ്. ഇവരെല്ലാവരും കടന്നു വന്നത് ഒരേ പ്രവാചകൻ, ഒരേ ദൈവത്തിൽ നിന്നാണ്. ഇവരെല്ലാവരും ഒരേ പ്രവാചക പരമ്പരയിലെ കണ്ണികളായിരുന്നു എന്ന കാര്യത്തിൽ ക്രൈസ്തവ പണ്ഡിതന്മാർക്കൊന്നും യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. പക്ഷേ ആ പ്രവാചകന്മാരൊന്നും പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു ആദർശം അവസാനം കടന്നു വന്നൊരു പ്രവാചകൻ മാത്രം പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്? ഇല്ല, അദ്ദേഹം പഠിപ്പിച്ചിട്ടില്ല. ക്രിസ്തു യേശുവിന്റെ സംസാരങ്ങളിൽ, അദ്ദേഹത്തിന്റെ ഉപദേശങ്ങളിൽ, അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളിൽ, അദ്ദേഹത്തിന്റെ നിലപാടുകളിൽ യഥാർത്ഥത്തിൽ ത്രിത്വത്തെക്കുറിച്ച് യാതൊരു സൂചനയുമില്ല. ഞാനും പിതാവും ഒരേപോലെയാണ് എന്നോ, ഞങ്ങൾ രണ്ടുപേരും ഒരേ നിലവാരത്തിലുള്ളതാണ് എന്നോ, ഞങ്ങൾ രണ്ടുപേരും ദൈവങ്ങളാണ് എന്നോ അല്ല ക്രിസ്തു യേശു പഠിപ്പിച്ചത്. യോഹന്നാന്റെ സുവിശേഷത്തിലെ 14-ാം അധ്യായത്തിലെ 28-ാമത്തെ വചനം നമ്മൾ വായിക്കുക. ക്രിസ്തു യേശു പറഞ്ഞത് പിതാവ് എന്നേക്കാൾ വലിയവനാണ് എന്നാണ്, ദൈവം എന്നേക്കാൾ വലിയവനാണ് എന്നാണ്. ഞാനും ദൈവവും ഒരുപോലെയാണ് എന്നല്ല, ഞാനും ദൈവവും ഒരേ നിലവാരത്തിലുള്ളയാള് ആണ് എന്നല്ല, ഞാൻ തന്നെയാണ് ദൈവം എന്നല്ല, മറിച്ച് ക്രിസ്തു യേശു കൃത്യമായി പറഞ്ഞത് ദൈവം എന്നേക്കാൾ വലിയവനാണ് എന്നാണ്. ഞാൻ ചെറുതും ദൈവം വലുതുമാണ് എന്നതാണ് സത്യം. അങ്ങനെയാണ് ഏകദൈവ വിശ്വാസം ക്രിസ്തു യേശു പ്രബോധനം ചെയ്തത്. പക്ഷേ ചരിത്രത്തിൽ എന്തുണ്ടായി? ആ ഏകദൈവ വിശ്വാസം, ക്രിസ്തു പഠിപ്പിച്ച ഏകദൈവ വിശ്വാസം, പ്രപഞ്ച സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുക എന്ന തത്വം അത് ചരിത്രത്തിൽ നിന്ന് വെട്ടിമാറ്റപ്പെട്ടു. പകരം ത്രിത്വം സ്ഥാപിക്കപ്പെട്ടു. ത്രിത്വം സ്ഥാപിക്കുവാൻ പുസ്തകങ്ങളും പ്രഭാഷണങ്ങളും എല്ലാം ഉണ്ടായി. പറഞ്ഞു വരുന്നത് എല്ലാ മതസമൂഹങ്ങളിലും ഇതുതന്നെയാണ് സംഭവിച്ചത്. പ്രവാചകന്മാരുടെ കാലശേഷം പുരോഹിതന്മാർ കടന്നു വരികയും പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളെ ദുർവ്യാഖ്യാനിക്കുകയും അവർക്ക് അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളിൽ കൈകടത്തുകയും പ്രവാചകന്മാരുടെ യഥാർത്ഥ സന്ദേശങ്ങളിൽ നിന്ന് മനുഷ്യരെ അകറ്റിക്കൊണ്ടുപോകാൻ
പോകാൻ പരിശ്രമിക്കുകയും ചെയ്തു ആളുകൾ. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിയോഗം ഉണ്ടാകുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭൂമിയിലേക്ക് കടന്നു വരികയും പ്രപഞ്ച സൃഷ്ടാവിൽ നിന്നുള്ള വെളിപാടുകളുടെ അടിസ്ഥാനത്തിൽ പൂർവ്വ പ്രവാചകന്മാരുടെ യഥാർത്ഥ സന്ദേശങ്ങൾ അദ്ദേഹം സംരക്ഷിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു, പൂർവ്വ പ്രവാചകന്മാർ പഠിപ്പിച്ച ആശയങ്ങളല്ല അവരുടെ പേരിൽ ഇപ്പോൾ നിലനിൽക്കുന്നത്. പുരോഹിതന്മാർ സ്വന്തമായി കെട്ടിയുണ്ടാക്കിയ നിയമങ്ങളാണ് പ്രവാചകന്മാരുടെ പേരിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്നത്. ഇതാ പ്രവാചകന്മാർ പഠിപ്പിച്ച യഥാർത്ഥ സന്ദേശങ്ങൾ ദൈവത്തിൽ നിന്നുള്ള വെളിപാടുകളുടെ അടിസ്ഥാനത്തിൽ ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് അന്തിമ പ്രവാചകനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് മുന്നിൽ കടന്നു വരുന്നത്. ഇത് പുരോഹിതന്മാരെ പ്രകോപിപ്പിച്ചു. ആത്മീയതയുടെ മൊത്തക്കച്ചവടക്കാരായി നടന്നിരുന്ന, ആത്മീയതയുടെ മേൽവിലാസത്തിൽ ജനങ്ങളെ ചൂഷണം ചെയ്തിരുന്ന, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചിരുന്ന, മതത്തിന്റെ പേരിൽ മതവുമായി ബന്ധമില്ലാത്ത നിയമങ്ങൾ ഉണ്ടാക്കിയിരുന്ന ആളുകൾ, അവർക്ക് പ്രവാചകൻ തലവേദനയായി മാറി. പ്രവാചകൻ അവരെ പ്രകോപിപ്പിച്ചു. പ്രവാചകൻ പലപ്പോഴും അവരുടെ ഉറക്കം കെടുത്താൻ തുടങ്ങി. അങ്ങനെയാണ് പ്രവാചകനെതിരെ കുരിശ് യുദ്ധങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെയാണ് പ്രവാചകൻ വെറുക്കപ്പെട്ടവനാകുന്നത്. അങ്ങനെയാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ തെറിവിളികൾ ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള പരിശ്രമങ്ങൾ വ്യാപകമാകുന്നത്. ഇന്ത്യയിൽ നമ്മൾ പരിശോധിക്കുക, ആരാണ് പ്രവാചകനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി മുന്നിൽ നിന്ന ആളുകൾ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വെറുപ്പ് വളർത്താൻ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുവാൻ ഇന്ത്യ രാജ്യത്ത് മുൻകൈയെടുത്തത് ആരായിരുന്നു? അവരാരായിരുന്നു എന്ന് ചോദിച്ചാൽ മറ്റാരുമായിരുന്നില്ല, സവർണ വരേണ്യതയുടെ വക്താക്കളായിരുന്നു, സവർണ മേധാവിത്വത്തിന്റെ വക്താക്കളായിരുന്നു, ജാതിയിൽ വിശ്വസിച്ചവരായിരുന്നു. ബ്രാഹ്മണൻ പരമപുരുഷന്റെ തലയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടു എന്നും ശൂദ്രൻ സൃഷ്ടിക്കപ്പെട്ടത് പാദങ്ങളിൽ നിന്നാണ് എന്നും വിശ്വസിച്ച ആളുകൾ, ഇവിടെയുള്ള ചണ്ടാളന്മാർ പന്നിക്കും പട്ടിക്കും തുല്യരാണ് എന്ന് വിശ്വസിച്ച ആളുകൾ, ഈ ചാതുർവർണ്ണ്യം എന്ന് പറയുന്ന വ്യവസ്ഥിതി ദൈവം തന്നെ സൃഷ്ടിച്ചതാണ് എന്ന് വിശ്വസിച്ച ആളുകൾ, ബ്രാഹ്മണന്മാരുടെ കൈകളിലാണ് ഈ രാജ്യത്തിന്റെ അധികാരം നിലനിൽക്കേണ്ടത് എന്ന് സ്വയം കരുതിയ ആളുകൾ, ഇവിടെയുള്ള അപർണരായ മനുഷ്യരെ പീഡിപ്പിക്കുവാനും അവരെ കൊല്ലുവാനും അവർക്ക് പൊതുവഴികൾ നിഷേധിക്കുവാനും അവരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്ന് ദൂരേക്ക് മാറ്റി നിർത്തുവാനും ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് അഹങ്കാരത്തോടുകൂടി വിശ്വസിച്ച ആളുകൾ, അവർക്ക് പ്രവാചകനോട് വെറുപ്പായിരുന്നു. കാരണം പ്രവാചകൻ ലോകത്തിന് മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, ഇങ്ങനെ പലരും പറയും, ജന്മത്തിന്റെ പേരിൽ തലക്കനം അവകാശപ്പെടും, ഞങ്ങൾ പ്രത്യേകക്കാരാണ് എന്ന് പറയും, ഞങ്ങൾ ഉയർന്ന ജാതിക്കാരാണ് എന്ന് പറയും. പക്ഷേ നിങ്ങൾ അറിയണം, ഇതൊന്നും പ്രവാചകന്മാർ പഠിപ്പിച്ചതല്ല, ഇതൊന്നും വേറെ ഗ്രന്ഥങ്ങൾ പഠിപ്പിച്ചതല്ല. ഇത്തരം വേർതിരിവുകൾക്കൊന്നും പ്രവാചകന്മാരുടെയോ പ്രപഞ്ചനാഥന്റെയോ പിന്തുണയില്ല. പിന്നെയോ പരിശുദ്ധ ഖുർആനിലെ 49-ാമത്തെ അധ്യായം സൂറത്തുൽ ഹുജറാത്തിലെ 13-ാമത്തെ വചനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് മുന്നിൽ ഓതിക്കൊടുത്തു. യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ വജഅൽനാകും ശുഊബൻ വഖബായില ലിതഅറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. മനുഷ്യരെ, നിങ്ങളെ എല്ലാവരെയും ദൈവം തമ്പുരാൻ സൃഷ്ടിച്ചിട്ടുള്ളത് ഒരേ ഉമ്മയുടെയും ഒരേ ഉപ്പയുടെയും മക്കളായിട്ടാണ്, ആദമിന്റെയും ഹവ്വയുടെയും മക്കളായിട്ട്. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് പടച്ചതമ്പുരാന്റെ തലയിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട ഒരു വിഭാഗവും കാലിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ട മറ്റൊരു വിഭാഗവും ഉണ്ട് എന്ന്. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് ദൈവത്തിന് തുല്യരായ കുറെ മനുഷ്യരും പന്നിക്കും പട്ടിക്കും തുല്യരായ വേറെ കുറെ മനുഷ്യരുമുണ്ട് എന്ന്. നിങ്ങൾ അറിയണം, ബ്രാഹ്മണൻ എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നവരുണ്ടാകാം, ചണ്ടാളൻ എന്ന് പറഞ്ഞ് മാറ്റി നിർത്തപ്പെടുന്നവനും ഉണ്ടാകാം. പക്ഷേ ഇതെല്ലാം മിഥ്യയാണ്, മിഥ്യയാണ്, മിഥ്യയാണ്. അവക്ക് യാതൊരു അടിത്തറയുമില്ല. എന്തുകൊണ്ടെന്നാൽ ഇവരെല്ലാം തന്നെ ആദമിന്റെയും ഹവ്വയുടെയും മക്കൾ മാത്രമാണ്, ആദിപിതാവിന്റെയും ആദിമാതാവിന്റെയും മക്കൾ. നിങ്ങൾ ഏകോദര സഹോദരങ്ങളാണ്. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസ, ഒരുമ്മയുടെയും ഒരുപ്പയുടെയും മക്കളായാണ് നിങ്ങൾ ഈ ഭൂമുഖത്ത് വളർന്ന് വികസിച്ചു വന്നത്. അവിടെ ഹൈദരാബാദ് സർവകലാശാലയിൽ ജീവനൊടുക്കേണ്ടി വന്ന രോഹിത് വെമുലയും ഹൈദരാബാദ് സർവകലാശാലയിൽ രോഹിത്തിനെ വേട്ടയാടാൻ വേണ്ടി നിർദ്ദേശം നൽകിയ ഇന്ത്യയുടെ മാനവ വിഭവശേഷി മന്ത്രാലയത്തിലുള്ള തൊലിവെളുത്ത സവർണരും അവരെല്ലാവരും തന്നെ ആദമിന്റെയും ഹവ്വയുടെയും മക്കളാണ്. അവരെല്ലാവരും ഒരുപോലെയാണ്. നിങ്ങളിൽ ഒരു വിഭാഗത്തിന്റെ തൊലി വെളുത്തതും മറ്റൊരു വിഭാഗത്തിന്റെ തൊലി കറുത്തതുമായിട്ടുണ്ടെങ്കിൽ, നിങ്ങളിൽ ഒരു വിഭാഗം സംസ്കൃതവും മറ്റൊരു വിഭാഗം തമിഴും സംസാരിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളിൽ ഒരു വിഭാഗം ആളുകൾ ഒരു തറവാട്ടിലും മറ്റൊരു വിഭാഗം ആളുകൾ മറ്റൊരു തറവാട്ടിലും പിറന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഒരു വിഭാഗം പണമുള്ളവരും മറ്റൊരു വിഭാഗം പണമില്ല
ഇല്ലാത്തവരുമായി മാറിയിട്ടുണ്ടെങ്കിൽ അവയെല്ലാം ഭൂമിയിൽ ജീവിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പരസ്പരം തിരിച്ചറിയാനുള്ള മേൽവിലാസങ്ങളായി മാറുമെന്നല്ലാതെ അവയുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് യാതൊരു മഹത്വവുമില്ല. ഇന്ന അക്രമക്കും ഇന്ദല്ലാഹി അത്ഖാക്കും, അള്ളാഹുവിന്റെ മുന്നിൽ നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഏറ്റവും ഉന്നതനായയാൾ ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കുന്നവനാണ്. നിങ്ങൾ ഏത് ജാതിയിൽ പിറന്നു എന്നോ ഏത് സമൂഹത്തിൽ പിറന്നു എന്നതോ അല്ല പ്രശ്നം, മറിച്ച് നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്നത് മാത്രമാണ് എന്ന് പഠിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തന്റെ സമൂഹത്തിൽ നിലനിന്നിരുന്ന എല്ലാ ഉച്ചനീചത്വങ്ങൾക്കുമെതിരെ അദ്ദേഹം അതിശക്തമായി ആഞ്ഞടിച്ചു. മനുഷ്യരെല്ലാവരും തുല്യരാണ് എന്ന കാര്യം ഉറക്കെ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ചുറ്റും അടിമകൾ ഉണ്ടായിരുന്നു. ആ അടിമകളെ മൃഗങ്ങളെപ്പോലെ പരിഗണിക്കുവാൻ ഉടമകൾ തയ്യാറായിരുന്നു. അടിമകളെ ചിലപ്പോൾ കൊന്നുകളഞ്ഞു അവർ, ചിലപ്പോൾ വന്ധ്യംകരിച്ചു അവർ, ചിലപ്പോൾ അടിമകളെ അവർ അംഗവിച്ഛേദം നടത്തി. അടിമകൾ ഞങ്ങൾ പണം കൊടുത്തു വാങ്ങിയ സ്വത്തുക്കളാണ് എന്നും ആ അടിമകളെ ഞങ്ങൾക്ക് എന്തും ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ട് എന്നും അവർ വാദിച്ചു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കിടയിലേക്ക് കടന്നു വന്നുകൊണ്ട് പറഞ്ഞു, ആരെങ്കിലും ഒരടിമയെ വധിച്ചാൽ അവനെ ഞാനും വധിക്കും. എന്തുകൊണ്ടെന്നാൽ അടിമ എന്ന് നിങ്ങൾ വിളിക്കുന്നയാൾ ആദമിന്റെയും ഹവ്വയുടെയും സന്തതി പരമ്പരകളിൽപ്പെട്ട പൂർണ്ണനായൊരു മനുഷ്യനാണ്. അയാളെ കൊല്ലാൻ നിങ്ങൾക്കാർക്കും അവകാശമില്ല. ആരെങ്കിലും ഒരടിമയെ അംഗവിച്ഛേദം നടത്തിയാൽ അവനെ ഞാൻ തിരിച്ച് അംഗവിച്ഛേദം നടത്തും. കാരണം അടിമ എന്ന് പറയുന്നത് നിങ്ങളെപ്പോലുള്ള ഒരു മനുഷ്യനാണ്. ആരെങ്കിലും ഒരടിമയെ വന്ധ്യംകരിച്ചാൽ അവനെ ഞാനും വന്ധ്യംകരിക്കും. കാരണം അടിമ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യരാണ് എന്ന് പഠിപ്പിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മക്ക പ്രവാചകന് കീഴടങ്ങി മക്ക വിജയത്തിന്റെ സന്ദർഭത്തിൽ കഅബയുടെ മുകളിൽ കയറി അവിടെയുള്ള 10,000-കണക്കിന് ആളുകളെ സാക്ഷി നിർത്തി ബാങ്ക് വിളിക്കുവാൻ ആളെ തിരയുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തൊലിവെളുത്ത അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉന്നത കുലജാതനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, സമ്പന്നനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, പ്രതാപിയായ ഉമർ റളിയല്ലാഹു അൻഹു, സ്വന്തം കുടുംബത്തിൽപ്പെട്ട അലി റളിയല്ലാഹു അൻഹു, ഇവരെല്ലാവരും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ചുറ്റുമുണ്ട്. പക്ഷേ ഇസ്ലാമിന്റെ കൊടി മക്കയിൽ ഉയർന്ന സവിശേഷമായ ഒരു ചരിത്ര സന്ദർഭത്തിൽ മുഴുവൻ ആളുകളും സാദൂതം വീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ബാങ്ക് വിളിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചു കൊണ്ടുവന്നു ബിലാൽ റളിയല്ലാഹു അൻഹു എന്ന കറുകറുത്ത തൊലിയുള്ള നീഗ്രോ വംശജനായ എത്യോപ്യയിൽ നിന്ന് മക്കയിൽ അടിമച്ചന്തയിൽ കൊണ്ടുവന്ന് നിർത്തി ആരോ വിറ്റ് മക്കയിൽ അടിമയായി വളർന്നു വന്ന ബിലാൽ റളിയല്ലാഹു അൻഹു. ആ ബിലാലിന് ഇസ്ലാമിക സമൂഹത്തിന്റെ സുപ്രധാനമായ ആരാധനയുടെ സമയത്ത് ബാങ്ക് വിളിക്കുവാൻ ഇസ്ലാമിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാലയത്തിലേക്ക് അതിന്റെ മുകളിലേക്ക് വിളിച്ചു കൊണ്ടുപോയ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വ ഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും എന്ന് പ്രായോഗികമായി ലോകത്തെ പഠിപ്പിക്കുകയായിരുന്നു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പറഞ്ഞു വന്നത് അതാണ്. അതുകൊണ്ടാണ് ഇന്ത്യയിലേക്ക് കടന്നു വന്ന ഇസ്ലാമിക പ്രബോധകർ ഇവിടെയുള്ള ജാതി കണ്ട് ഞെട്ടിയത്, ഇവിടെയുള്ള വർണ്ണവരി കണ്ട് ഞെട്ടിയത്, ബ്രാഹ്മണനെയും ശൂദ്രനെയും കണ്ട് അവർ അന്തം വിട്ടുപോയത്. മനുഷ്യർക്കിടയിൽ എങ്ങനെയാണ് വ്യത്യസ്ത ജാതികൾ ഉണ്ടാകുന്നത് എന്ന് ഇന്ത്യയിലേക്ക് കടന്നു വന്ന ഇസ്ലാമിക പ്രബോധകർ അത്ഭുതത്തോടു കൂടി ചോദിച്ചത്. ഈ ഇന്ത്യയിലേക്ക് കടന്നു വന്ന ഇസ്ലാമിക പ്രബോധകർ ഇന്ത്യയിലെ ജനങ്ങളെ വിളിച്ചുകൂട്ടി അവർക്ക് മുന്നിൽ പരിശുദ്ധ ഖുർആനിന്റെ വചനമോദി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ അവതരിപ്പിച്ചു. എല്ലാവരും തുല്യരാണ് എന്ന് പറഞ്ഞു. തൊടലിനെതിരെ സംസാരിച്ചു, തീണ്ടലിനെതിരെ സംസാരിച്ചു, അയിത്തത്തിനെതിരെ സംസാരിച്ചു. അപ്പോഴാണ് അവർണരായ താഴ്ന്ന ജാതിക്കാരായി മുദ്ര കുത്തപ്പെട്ട, അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട 10,000-കണക്കിന് ആളുകൾ ഇന്ത്യയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് മനുഷ്യ സമത്വത്തിന്റെ മധുരം നുകരുന്നതിനു വേണ്ടി ഇസ്ലാമിന്റെ ശാദ്വല തീരത്തേക്ക് കടന്നു വന്നത്. കൂട്ടമായ മതപരിവർത്തനങ്ങൾ, താഴ്ന്ന ജാതിക്കാരായി സമൂഹത്തിന്റെ ഓരങ്ങളിലേക്ക് മാറ്റി നിർത്തപ്പെട്ട ആളുകൾ ദൈവത്തിന് മുന്നിൽ മനുഷ്യരെല്ലാവരും തുല്യരാണ്, ഒരേയൊരു ദൈവം, ഒരൊറ്റ ജനത എന്ന ഇസ്ലാമിന്റെ സന്ദേശത്തിന്റെ മാധുര്യം നുകർന്നുകൊണ്ട് ഈ സുന്ദരമായ ആദർശത്തിന്റെ ശാദ്വലമായ തീരത്തേക്ക് കടന്നു വരാനുണ്ടായ സാഹചര്യം അതാണ്. അത് പലരെയും അസ്വസ്ഥരാക്കിയിരുന്നു. ആ അസ്വസ്ഥതകൾ പലപ്പോഴും സ്വാർത്ഥതകളിൽ നിന്നുണ്ടായതായിരുന്നു. ഇന്ത്യയിൽ സവർണ മേധാവിത്വം കേടുകൂടാതെ നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ചവർ, ആഗ്രഹിച്ച ആളുകൾ എവിടെ നിന്നാണ് ഈ മനുഷ്യ സമത്വത്തിന്റെ സന്ദേശങ്ങൾ കടന്നു വരുന്നത് എന്ന് പരിശോധിച്ചു. അത് ഇസ്ലാമിൽ നിന്നാണ് എന്ന് മനസ്സിലായപ്പോൾ ആ മനുഷ്യ സമത്വത്തിന്റെ സന്ദേശം
സന്ദേശങ്ങളുടെ പ്രഭവ കേന്ദ്രം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ അവർ തീരുമാനിച്ചു. പ്രവാചകനെ തെറ്റിദ്ധരിപ്പിക്കുവാൻ അവർ തീരുമാനിച്ചു. പ്രവാചകനോട് വെറുപ്പ് വളർത്താൻ അവർ തീരുമാനിച്ചു. പ്രവാചകനോട് വിദ്വേഷം വളർത്താൻ അവർ തീരുമാനിച്ചു. എപ്പോഴും അതങ്ങനെ തന്നെയായിരുന്നില്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സത്യം പറഞ്ഞതിന്റെ പേരിൽ, നന്മക്ക് വേണ്ടി നിലകൊണ്ടതിന്റെ പേരിൽ, അനീതികളെ ചോദ്യം ചെയ്തതിന്റെ പേരിൽ, ദൈവത്തിന്റെയും മതത്തിന്റെയും പേരിൽ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന തട്ടിപ്പുകളെ തുറന്നു കാണിച്ചതിന്റെ പേരിൽ, യഥാർത്ഥത്തിലുള്ള ദൈവ സന്ദേശങ്ങളുടെ സംരക്ഷണം ഉറപ്പുവരുത്തിയതിന്റെ പേരിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിക്കുവാനും വിമർശിക്കുവാനും എല്ലാ കാലഘട്ടത്തിലും ആളുണ്ടാകുന്നു. നിങ്ങൾ പരിശോധിക്ക്, ഇപ്പോഴെന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹം ഭീകരവാദിയാണ് പോലും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭീകര പ്രസ്ഥാനങ്ങളുടെ പ്രചോദനമാണ് പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെയാണ് ഈ ആളുകൾ വിഡ്ഢികളാക്കാൻ ശ്രമിക്കുന്നത്? ആരുടെ കണ്ണിൽ പൊടിയിടാനാണ് ഈ മീഡിയ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? മീഡിയ ഇത് പറഞ്ഞ് നമ്മുടെ നാട്ടിലുള്ള ആളുകളുടെ ഒരു കോമൺ സെൻസായി ഇത് മാറിക്കഴിഞ്ഞിരിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് ആലോചിക്കുമ്പോൾ വാൾ ഓർമ്മ വരുന്ന, കത്തി ഓർമ്മ വരുന്ന, നിർബന്ധ മതപരിവർത്തനം ഓർമ്മ വരുന്ന, ബോംബ് സ്ഫോടനങ്ങൾ ഓർമ്മ വരുന്ന, വേൾഡ് ട്രേഡ് സെന്ററിന്റെ ഇരട്ട ഗോപുരങ്ങൾ ഓർമ്മ വരുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേൾക്കുമ്പോൾ ബഗ്ദാദിലും സിറിയയിലും കത്തിയൂരി നടക്കുന്ന മതഭ്രാന്തരെ ഓർമ്മ വരുന്ന ഒരു പൊതു കാലാവസ്ഥ നമ്മുടെ നാട്ടിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് സത്യത്തിൽ ഭീകരവാദം? ഭീകരവാദം എന്നാൽ എന്താണ് എന്ന്, ഭീകരവാദത്തിന്റെ തത്വശാസ്ത്രം എന്താണ് എന്ന്, അതിന്റെ പ്രയോഗ രീതികൾ എന്തൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അത് മറ്റൊന്നുമല്ല. ഭീകരവാദികൾ പറയുന്നത് നിലനിൽക്കുന്ന ഒരു രാഷ്ട്ര സംവിധാനത്തെയും ഞങ്ങൾ അംഗീകരിക്കുകയില്ല എന്നാണ്. രാഷ്ട്ര സംവിധാനങ്ങളിൽ ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഞങ്ങൾ സ്വന്തമായി നീതി നടപ്പിലാക്കുകയാണ് ചെയ്യുക. ഞങ്ങൾക്ക് പ്രശ്നമുണ്ടാകുമ്പോൾ, ഞങ്ങൾക്ക് പ്രയാസമുണ്ടാകുമ്പോൾ, ഞങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ ഞങ്ങൾ ചെയ്യുക സ്വന്തമായി ആയുധങ്ങൾ കയ്യിലെടുത്ത് ഗറില്ല ഗ്രൂപ്പുകൾ ഉണ്ടാക്കി നാട്ടിൽ കലാപം വിതച്ച് മനുഷ്യരെ കൊന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ശ്രമിക്കുകയാണ് ഞങ്ങൾ ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഭീകരവാദികളായ ആളുകൾ. അതിനുവേണ്ടി അവർ നിരപരാധികളുടെ കഴുത്തറുത്തു കൊല്ലുന്നു. ആടുമാടുകളെ അറുക്കുന്നത് പോലെ പച്ച മനുഷ്യരുടെ കഴുത്തിൽ കത്തി വെച്ച് അവരെ അറുത്ത് ആനന്ദ നൃത്തം ചവിട്ടി അങ്ങനെ കഴുത്തറുത്ത് കൊല്ലുന്നതിന്റെ വീഡിയോ റെക്കോർഡ് ചെയ്ത് അത് ലോകത്തിന് മുന്നിൽ പ്രദർശിപ്പിച്ച് ഇത് ഇസ്ലാമാണെന്ന് പറയുന്ന തെമ്മാടികൾ അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരുപയോഗിക്കുന്നുണ്ടെങ്കിൽ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തെ അവർ വ്യാഖ്യാനിക്കുന്നുണ്ടെങ്കിൽ, സ്വന്തം തോന്നിവാസങ്ങളെ ന്യായീകരിക്കുവാൻ വേണ്ടി പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയെ അവരെടുത്തു കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ തീർച്ചയായും നാം പരിശോധിക്കേണ്ടതുണ്ട്. നിരപരാധികളെ കൊല്ലുന്നതിനെ കുറിച്ച്, നിരപരാധികളെ ചുട്ടുകൊല്ലുന്നതിനെ കുറിച്ച്, നിരപരാധികളെ തട്ടിക്കൊണ്ടുപോകുന്നതിനെ കുറിച്ച്, അവരുടെ സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്നതിനെ കുറിച്ച് എല്ലാം വലിയ ആഹ്ലാദത്തോടും ആവേശത്തോടും കൂടി സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ലോകത്തെ ഭീകര ഗ്രൂപ്പുകൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ നിലപാടുകളുമായി എന്ത് ബന്ധമാണുള്ളത്? പരിശുദ്ധ ഖുർആനിലെ 5-ാമത്തെ അധ്യായം സൂറത്തുൽ മാഇദയിലെ 32-ാമത്തെ വചനം ലോകത്തിന് മുന്നിൽ ഓതിക്കേൾപ്പിച്ചുകൊണ്ടാണ് നിരപരാധിയുടെ ജീവന്റെ വില എന്താണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാനവ സമൂഹത്തെ പഠിപ്പിച്ചത്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നാവിലൂടെ ലോകം കേട്ടു, മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർള് ഫകഅന്നമാ ഖതലൻ നാസ ജമീഅ ഫമൻ അഹ്യാഹാ ഫകഅന്നമാ അഹ്യൻ നാസ ജമീഅ. ആരെങ്കിലും നിരപരാധിയായ ഒരു മനുഷ്യനെ കൊന്നാൽ, നിരപരാധിയായ ഒരു മനുഷ്യന്റെ രക്തം ചിന്തിയാൽ ലോകത്തിലെ മുഴുവൻ മനുഷ്യരുടെയും രക്തം ചിന്തിയതിന് തുല്യമായ കൊടും പാതകമാണ് അയാൾ ചെയ്തിരിക്കുന്നത്. ഒരു നിരപരാധിയുടെ രക്തം, ഒരു നിരപരാധിയുടെ ജീവൻ, ഒരു നിരപരാധിയുടെ കഴുത്തിന് കത്തിവച്ചാൽ ലോകത്തിലെ മുഴുവൻ മനുഷ്യരെയും കൊന്നൊടുക്കിയതിന് തുല്യമായ കൊടും പാതകമാണ് അയാൾ ചെയ്തിരിക്കുന്നത് എന്നും അതിന്റെ പേരിൽ പരലോകത്ത് അതിശക്തമായ വിചാരണയെ നേരിടേണ്ടി വരുമെന്നും പഠിപ്പിക്കുകയാണ് പരിശുദ്ധ ഖുർആൻ. ആരെങ്കിലും ഒരു നിരപരാധിയായ മനുഷ്യന്റെ ജീവൻ രക്ഷിച്ചാൽ ലോകത്തിലെ മുഴുവൻ മനുഷ്യരുടെയും ജീവൻ രക്ഷിച്ചതിന് തുല്യമായ സൽപ്രവർത്തനമാണ് അയാൾ ചെയ്തിരിക്കുന്നത് എന്ന് പഠിപ്പിക്കുന്നു പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട്
പരിശുദ്ധ ഖുർആൻ പഠിച്ചിട്ടുള്ള മുസ്ലിങ്ങൾക്ക് പറയാൻ കഴിയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യ എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ടുള്ള മുസ്ലിങ്ങൾക്ക് പറയാൻ കഴിയും, ഏതെങ്കിലും ഒരു ഭീകരവാദി ഗ്രൂപ്പ് നിരപരാധിയായ ഒരു മനുഷ്യനെ തട്ടിക്കൊണ്ടുപോയി അയാളുടെ കഴുത്തിന് കത്തിവെക്കുന്നുണ്ടെങ്കിൽ ആ ഭീകരവാദി ഗ്രൂപ്പിന്റെ ഒളിസങ്കേതത്തിലേക്ക് ഇരച്ചു കയറി ആ നിരപരാധിയായ മനുഷ്യനെ അവരുടെ കത്തിമുനയിൽ നിന്ന് രക്ഷിക്കുവാൻ ശ്രമിക്കുന്നത് ആരാണോ അവനാണ് പ്രവാചകന്റെ പക്ഷത്ത് നിൽക്കുന്നത്, അവനാണ് ഖുർആനിന്റെ പക്ഷത്ത് നിൽക്കുന്നത്, അവനാണ് ഇസ്ലാമിന്റെ പക്ഷത്ത് നിൽക്കുന്നത്. അതല്ലാതെ ഈ നിരപരാധിയായ മനുഷ്യന്റെ കഴുത്തിന് വില പറയുന്ന, അവന്റെ ജീവൻ വെച്ച് വിലപേശുന്ന, അവന്റെ വീട്ടിലുള്ള ഭാര്യയെയും മക്കളെയും ഭീതിയുടെ മുൾമുനയിൽ നിർത്തുന്ന ഈ തീവ്രവാദികളായ തോന്നിവാസികളുണ്ടല്ലോ, അവരല്ല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സംസാരിക്കുവാൻ അർഹതയുള്ളവർ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശാന്തിക്കും നീതിക്കും കാരുണ്യത്തിനും വേണ്ടി മാത്രമാണ് സംസാരിച്ചിട്ടുള്ളത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ എന്നാണ്. ലോകത്തിലെ മുഴുവൻ ചരാചരങ്ങൾക്കുമുള്ള കാരുണ്യമായി കൊണ്ടാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് പച്ചക്കരലുള്ള ഏത് ജീവിയോട് കാരുണ്യം കാണിച്ചാലും അതിന്റെ പേരിൽ അള്ളാഹുവിന്റെ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുമെന്നാണ്. മനുഷ്യരോട് പോലും ആകണമെന്നില്ല. പച്ചക്കരലുള്ള മുഴുവൻ മൃഗങ്ങളും ജീവനുള്ള മുഴുവൻ മൃഗങ്ങളും കരുണയർഹിക്കുന്നു എന്ന് പഠിപ്പിച്ച പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ഉറുമ്പിൻ കൂട്ടം അഗ്നിനാളങ്ങളിലേക്ക് നടന്നു പോകുന്നത് കണ്ടപ്പോൾ, ആ തീ ഉറുമ്പിനെ കരിച്ചു കളയുമെന്ന് ഭയന്നപ്പോൾ അസ്വസ്ഥനാവുകയും വേവലാതി കൊള്ളുകയും ഉറുമ്പിന്റെ ജീവന് വേണ്ടി എഴുന്നേറ്റ് നിന്ന് സംസാരിക്കുകയും ചെയ്ത കരുണാർദ്രനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തള്ളപ്പക്ഷിയുടെ അരികിൽ നിന്ന് അതിന്റെ കുഞ്ഞു പക്ഷികൾ മാറ്റി നിർത്തപ്പെട്ടപ്പോൾ നൊന്തുകൊണ്ടിരിക്കുന്ന മാതൃഹൃദയത്തെക്കുറിച്ച്, തള്ളപ്പക്ഷിയുടെ മനസ്സിനെ കുറിച്ച് ആധിപൂണ്ട് സംസാരിച്ച ദയാലുവായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്കറിയുമോ, നമസ്കാരം പള്ളിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത്, നമസ്കാരം നീണ്ടുപോകുന്ന സമയത്ത് പള്ളിയുടെ പിൻവശത്ത് നിന്ന് കുട്ടികളുടെ കരച്ചിൽ കേട്ടാൽ ആ കുട്ടികളുടെ കരച്ചിൽ കേട്ട് മനസ്സ് ഉലഞ്ഞുപോയി നമസ്കാരം പെട്ടെന്ന് അവസാനിപ്പിക്കുമായിരുന്ന ദയയുടെയും കാരുണ്യത്തിന്റെയും അനുകമ്പയുടെയും ലോകം കണ്ട മൂർത്തിമത് ഭാവമായിരുന്ന പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകന്റെ പേരിൽ ആരെങ്കിലും ഭീകരവാദികളാകുന്നുവെങ്കിൽ, അവരുടെ പ്രചോദനം യഥാർത്ഥത്തിലുള്ള പ്രവാചകനല്ല എന്നും ആ പ്രവാചകന്റെ പേരിൽ ആരൊക്കെയോ ഉണ്ടാക്കി വെച്ച ദുർവ്യാഖ്യാനങ്ങളാണ് എന്നും മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയെങ്കിലും കലാപങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? ഏതെങ്കിലും രാജ്യത്ത് ജീവിച്ചപ്പോൾ ആ രാജ്യത്തിന്റെ ഭരണകൂടത്തെ മാനിക്കാതിരുന്നിട്ടുണ്ടോ? അവിടെ ഗറില്ല ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? സ്വന്തമായി ആയുധങ്ങൾ കയ്യിലെടുത്തിട്ടുണ്ടോ? മക്കയിൽ 13 വർഷക്കാലം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനായി ജീവിച്ചു, അവിടുത്തെ പൗരനായി, അവിടുത്തെ പ്രജയായി. എപ്പോഴെങ്കിലും മക്കയിലെ നിയമങ്ങളെ കാറ്റിൽ പറത്തി ഒരു ഗറില്ലാ സംഘമുണ്ടാക്കി ആയുധങ്ങൾ കയ്യിൽ പിടിച്ച് പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ അബസീനിയയിലേക്ക് പോയി, എത്യോപ്യയിലേക്ക് പോയി, അവിടെയുള്ള ക്രൈസ്തവ രാജാവിന്റെ കീഴിൽ അച്ചടക്കമുള്ള പൗരന്മാരായി ജീവിച്ചു. എപ്പോഴെങ്കിലും അവർ ആയുധങ്ങൾ കയ്യിലെടുത്തിട്ടുണ്ടോ? കലാപമുണ്ടാക്കിയിട്ടുണ്ടോ? ഗറില്ലാ സംഘങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടോ? വേണ്ട. നിങ്ങൾ പരിശോധിക്കുക. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം ലോകത്ത് ജീവിച്ചിട്ട്, ലോകത്തോട് വിട പറഞ്ഞിട്ട് 1.5 സഹസ്രാബ്ദത്തോളമാകാനായി. ഈ 1.5 സഹസ്രാബ്ദത്തോളം കാലത്തിനിടക്ക് ഭീകരവാദം എന്ന് പറയുന്ന ഒരു പ്രതിഭാസം മുസ്ലിം ലോകത്തുണ്ടായതെന്നാണ് നമുക്കറിയാം. 980-കൾക്ക് ശേഷം 990-കളുടെ തുടക്കത്തിലാണ്, കൃത്യമായി പറഞ്ഞാൽ, അല്ലെങ്കിൽ കുറെ കൂടി നേരത്തേക്ക് കൊണ്ടുപോയാൽ 980-കളിലാണ് ഭീകരവാദവുമായി ബന്ധപ്പെട്ട അത്തരം നിലപാടുകൾ മുസ്ലിം ലോകത്ത് പ്രത്യക്ഷപ്പെടുന്നത്. ബഹുമാനരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഭീകരവാദത്തിന്റെ പ്രചോദനം എന്ന് പറയുന്ന ആളുകൾ അവർ മനസ്സിരുത്തി ആലോചിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഭീകരവാദത്തിന്റെ പ്രചോദനമെങ്കിൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കാലം അത്രയും പ്രവാചകന്റെ ചര്യ ഭൂമുഖത്ത് നിലനിന്നിട്ട് എന്തുകൊണ്ടാണ് ഇവിടെ ഭീകരവാദികൾ ഉണ്ടാകാതിരുന്നത്? കഴിഞ്ഞ ഏതാനും പതിറ്റാണ്ടുകൾക്കിടയിൽ മാത്രമാണ് മുസ്ലിം ലോകത്ത് ഭീകരവാദികൾ ഉണ്ടായത്. ഈ കാലഘട്ടത്തിനിടയിൽ ഒരിക്കൽ പോലും മുസ്ലിം ലോകത്ത് ഭീകരവാദികൾ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞാൽ, ആധുനിക കാലഘട്ടത്തിൽ മാത്രമാണ് ഭീകരവാദികൾ ഉണ്ടായത് എന്ന് പറഞ്ഞാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയിൽ നിന്നോ പരിശുദ്ധ ഖുർആനിൽ നിന്നോ അല്ല അവർ ഭീകരവാദം പഠിച്ചത് എന്നതാണ് അതിനർത്ഥം. പരിശുദ്ധ ഖുർആനിൽ നിന്നോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നോ അല്ല അവർ ഭീകരവാദം പഠിച്ചത്. മറിച്ച് പ്രവാചകനല്ലാത്ത മറ്റു പല സ്രോതസ്സുകളിലേക്കും പോയി പ്രവാചക ചര്യക്ക് വിരുദ്ധമായ കാര്യങ്ങൾ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ പരിശോധിക്കുക. ഇത്
മുസ്ലിം സമൂഹത്തിൻ്റെ ദുരന്തമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥത്തിലുള്ള അധ്യാപനങ്ങളിൽ നിന്ന് അകന്നുപോയി ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തെക്കുറിച്ച് യഥാവിധി മനസ്സിലാക്കാതെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടില്ലാത്ത വിശ്വാസങ്ങളിലേക്കും ആചാരങ്ങളിലേക്കും നിലപാടുകളിലേക്കുമെല്ലാം കൂപ്പുകുത്തുക എന്ന ദുരന്തം. മുസ്ലിം സമുദായം ആത്മപരിശോധനകൾക്ക് സന്നദ്ധമാകാൻ വേണ്ടിയാണ് അങ്ങനെ തന്നെ പറയുന്നത്. മുസ്ലിം സമുദായത്തിനകത്ത് വലിയ മതിലുകൾ ഉണ്ടാവുകയാണ്. മുജാഹിദ് പ്രസ്ഥാനം സംഘടിപ്പിച്ചൊരു പൊതുയോഗത്തിൽ ഇതേപോലെയുള്ള ഒരു പ്രദേശത്ത് സംസാരിക്കുമ്പോൾ അങ്ങനെ ചില കാര്യങ്ങൾ തീർച്ചയായും പ്രത്യേകിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ബന്ധപ്പെട്ട് പറയേണ്ടതുണ്ട് എന്ന് തന്നെ തോന്നുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ വേണ്ട വിധത്തിൽ പഠിക്കുവാനും ജീവിതത്തിലേക്ക് പകർത്തുവാനും എത്രത്തോളം സന്നദ്ധമായിട്ടുണ്ട് മുസ്ലിങ്ങൾ. ഏതെങ്കിലും ഒരു സമുദായത്തിൽ പിറന്ന ആളുകളുടെ നേതാവ് എന്ന നിലയിലോ വക്താവ് എന്ന നിലയിലോ അല്ല പരിശുദ്ധ ഖുർആൻ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. നമുക്ക് പ്രവാചകനോട് സ്നേഹമുണ്ട് എന്ന് നമ്മൾ പറയുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മൾ ആദരിക്കുന്നു എന്ന് നമ്മൾ പറയുന്നു. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് പഠിക്കുവാനും പകർത്തുവാനും പക്ഷേ നമ്മിൽ നിന്ന് എന്തുമാത്രം ശ്രമങ്ങൾ ഉണ്ടാകുന്നു എന്നത് അടിസ്ഥാനപരമായൊരു ചോദ്യമാണ്. നാം ചിതറിത്തെറിച്ചിരിക്കുന്നു. കേരളത്തിലെ മുസ്ലിങ്ങൾ പല കക്ഷികളായി ഭിന്നിച്ചിരിക്കുന്നു. ആ കക്ഷികൾ തങ്ങൾക്ക് ചുറ്റും വലിയ മതിലുകൾ പണിതിരിക്കുന്നു. നാം സുന്നികളും മുജാഹിദുകളും ജമാഅത്തുകാരുമെല്ലാമായി വേർപിരിഞ്ഞു പോയിരിക്കുന്നു. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന മലബാറിൽ അതിശക്തമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മലബാറിലെ മുസ്ലിങ്ങൾക്കിടയിൽ ഏറ്റവും അധികം സ്വാധീനമുള്ള പണ്ഡിത സംഘടന, ആ പണ്ഡിത സംഘടനയുടെ അമരക്കാരൻ ഇന്നലെയാണ് ഇഹലോകത്തോട് വിട പറഞ്ഞു പോയത്. ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ എന്ന് പറയുന്ന കേരള മുസ്ലിങ്ങൾ ഏറെ ആദരിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും എല്ലാം ചെയ്തിരുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ പോലുള്ള ഒരു മഹാ ഉലമാ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിരുന്ന പണ്ഡിതൻ, ആ പണ്ഡിതൻ നമ്മിൽ നിന്ന് വിട പറഞ്ഞു പോയി. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന കേരളത്തിലെ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വളരെ പ്രഗത്ഭമായ സംഘടന മലബാറിന്റെ അതിർത്തികൾ ഭേദിച്ച് അതിന്റെ പ്രവർത്തന മണ്ഡലം തെക്കൻ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ആലപ്പുഴയിൽ നിങ്ങളുടെ തൊട്ടടുത്ത് ഒരു സംസ്ഥാന സമ്മേളനം നടത്തുകയും ആ സംസ്ഥാന സമ്മേളനം നമ്മുടെ മീഡിയയെല്ലാം വളരെ ഗൗരവത്തോടുകൂടി റിപ്പോർട്ട് ചെയ്യുകയും ചെയ്ത ഒരു സന്ദർഭത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. പക്ഷേ അങ്ങനെയെല്ലാം ആകുമ്പോഴും നമുക്ക് എന്തുകൊണ്ടാണ് നമ്മളാകാൻ കഴിയാത്തത് എന്ന ചോദ്യം ചോദിക്കുവാൻ നമുക്കാകണം. നാം സുന്നിയാണ്, മുജാഹിദാണ്, ജമാഅത്താണ്, അങ്ങനെ പലതുമാണ്. ഇപ്പോൾ നാം സമസ്തയുടെ ആളാണ്, നാം നദവത്തിന്റെ ആളാണ്, നാം ജമാഅത്തെ ഇസ്ലാമിയുടെ ആളാണ്, നമ്മൾ വേറെ പലതുമാണ്. നാം ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വക്താവാണ്, അല്ലെങ്കിൽ നാം കാന്തപുരം ഉസ്താദിന്റെ അനുയായിയാണ്, ഇങ്ങനെയെല്ലാമാണ്. അതിനപ്പുറത്ത് നമ്മൾ മുസ്ലിമാണ് എന്ന സത്യം തിരിച്ചറിയാൻ നമുക്കിടയിലുള്ള ഈ മതിലുകൾ പൊളിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്ന വസ്തുതയോർക്കാൻ ആ മതിലുകൾ പൊളിച്ച് ശാന്തമായി സംഘടനാപരമായ കക്ഷിത്വങ്ങൾ അവസാനിപ്പിച്ച് ആ കക്ഷിത്വങ്ങൾക്ക് മുകളിലേക്ക് ഉയർന്ന് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും എന്താണ് പറയുന്നത് എന്ന് പരിശോധിക്കുവാൻ നമുക്ക് കഴിയേണ്ട കാലം അതിക്രമിച്ചു പോയിട്ടില്ലേ? ഇവിടെയുള്ള മുസ്ലിം സഹോദരങ്ങളോട് വളരെ ആത്മാർത്ഥതയോടുകൂടിയാണ് ഇത് ചോദിക്കുന്നത്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയിലേക്ക് തിരിച്ചു വരാൻ നമുക്ക്. എന്നാണ് 1926 രൂപീകരിക്കപ്പെട്ടതാണ് സമസ്ത. അതിന് അതിൻ്റെതായ കാരണങ്ങളുണ്ട്. 1922 രൂപീകരിക്കപ്പെട്ട കേരള മുസ്ലിം ഐക്യ സംഘം എന്ന് പറയുന്ന പ്രസ്ഥാനം 1924 രൂപീകരിച്ച ഒരു പണ്ഡിത സംഘടനയുണ്ടായിരുന്നു കേരള ജംഇയ്യത്തുൽ ഉലമ. കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറയുന്ന ഇന്ന് മുജാഹിദ് പ്രസ്ഥാനത്തിന് ഇപ്പോഴും നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും പഴക്കമുള്ള പണ്ഡിത സംഘടന. ആ പണ്ഡിത സംഘടനയിൽ നിന്ന് വേർപിരിഞ്ഞു പോയ പണ്ഡിതന്മാരാണ് 1926 സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഉണ്ടാക്കുന്നത്. അന്ന് തുടങ്ങിയതാണ് രണ്ട് വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുവാൻ. അന്ന് തുടങ്ങിയതാണ് 1920കളിൽ ആരംഭിച്ച രണ്ട് വഴികളിലൂടെയുള്ള സഞ്ചാരം. ആ വഴികൾക്ക് ഒരുപാട് ഉപവഴികൾ ഉണ്ടായെങ്കിലും അടിസ്ഥാനപരമായി രണ്ട് കമ്പാർട്ട്മെന്റുകളായി കേരളത്തിലെ മുസ്ലിങ്ങൾ വേർതിരിഞ്ഞു നിൽക്കുന്ന സാഹചര്യം. ഈ സാഹചര്യത്തിൽ നമ്മൾ എന്തിനാണ് ഇങ്ങനെ വേർപിരിഞ്ഞത് എന്നും എന്തിന് നാം രണ്ട് കമ്പാർട്ട്മെന്റുകളിലായി എന്നും ഇങ്ങനെ പരസ്പരം ദൂരെ നിൽക്കുന്നതിന് പകരം പരസ്പരം അറിയുവാൻ നമ്മൾ ശ്രമിക്കേണ്ടതില്ലേ എന്നും ഗൗരവത്തോടുകൂടി ആലോചിക്കുവാൻ നമുക്ക് കഴിയണം. തഴവ എന്ന് പറയുന്ന ആ സ്ഥലനാമം കൊണ്ട് തന്നെ കേരളത്തിൽ വിശ്രുതനായി തീർന്ന
ഈ പറയപ്പെട്ട പണ്ഡിത നിരയിലെ വളരെ പ്രഗത്ഭമായ സാന്നിധ്യമായിരുന്ന ഒരു മനുഷ്യന്റെ സാന്നിധ്യത്തെയും പ്രവർത്തനങ്ങളെയുമെല്ലാം അടുത്തറിഞ്ഞൊരു പ്രദേശം. ആ പ്രദേശത്ത് നിന്നുകൊണ്ട് ചോദിക്കുവാൻ മലബാറിൽ നിന്ന് കടന്നു വന്ന എന്നെപ്പോലൊരാൾ ആഗ്രഹിക്കുന്നത് തീർച്ചയായും നമുക്ക് പരസ്പരം അടുത്തറിയാൻ കഴിയേണ്ടതില്ല എന്നാണ്. എന്തിനാണ് ഇങ്ങനെ ഭയന്നും വെറുത്തും അകന്നു നിൽക്കുന്നത്? അതിനു പകരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ യഥാർത്ഥത്തിൽ എന്താണ് പഠിപ്പിച്ചത് എന്ന് അറിയുവാനുള്ള ആത്മാർത്ഥമായ പരിശ്രമങ്ങൾ നമ്മളിൽ നിന്നുണ്ടാകണം. വളരെ ഗൗരവത്തോടുകൂടി നമ്മുടെ എല്ലാ സംഘടനാപരമായ പക്ഷപാതിത്വങ്ങൾക്കും അപ്പുറത്ത് ചില ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് ഇട്ടുതരാൻ ആഗ്രഹിക്കുന്നു എന്ന് മാത്രം. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണല്ലോ നമ്മുടെ മാതൃകാ പുരുഷൻ. അദ്ദേഹമാണല്ലോ നമ്മുടെ നേതാവ്. അദ്ദേഹമാണല്ലോ നമുക്ക് ദീൻ പഠിപ്പിച്ചു തന്നത്. അദ്ദേഹമാണല്ലോ പരിശുദ്ധ ഖുർആനിനെ നമുക്ക് വിശദീകരിച്ചു തന്നത്. ചോദിക്കട്ടെ സഹോദരങ്ങളെ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതകാലത്ത് എപ്പോഴെങ്കിലും അള്ളാഹുവിന് പുറമെ നമ്മുടെ സഹായാഭ്യർത്ഥനകൾക്ക് ഉത്തരം നൽകാൻ കഴിയുന്ന ഒരു അദൃശ്യ ശക്തിയുണ്ട് എന്ന് നമ്മെ എപ്പോഴെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറയുന്ന നമ്മളെല്ലാവരും അംഗീകരിക്കുകയും ആദരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ, ആ പ്രവാചകൻ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും അള്ളാഹുവിന് പുറമെ നമ്മുടെ സഹായാഭ്യർത്ഥനകൾക്ക് ഉത്തരം നൽകാൻ കഴിയുന്ന ഒരു അദൃശ്യ ശക്തിയുണ്ട് എന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ? നമ്മൾ പരിശോധിക്കുക. പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ നമ്മൾ പരിശോധിക്കുക. പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകളിൽ എവിടെയെങ്കിലും നമ്മുടെ സഹായാഭ്യർത്ഥനകൾക്ക് ഉത്തരം നൽകാൻ കഴിയുന്ന അള്ളാഹുവിന് പുറമെയുള്ള ഏതെങ്കിലും അദൃശ്യ ശക്തിയെക്കുറിച്ചുള്ള എന്തെങ്കിലും പരാമർശമുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ആയിരക്കണക്കിന് ഹദീസുകൾ നമ്മൾ പരിശോധിക്കുക. ആ ഹദീസുകളിൽ എവിടെയെങ്കിലും നമ്മുടെ സഹായാഭ്യർത്ഥനകൾക്ക് ഉത്തരം നൽകാൻ കഴിയുന്ന അള്ളാഹുവിന് പുറമെയുള്ള ഏതെങ്കിലും അദൃശ്യ ശക്തിയെക്കുറിച്ചുള്ള എന്തെങ്കിലും പരാമർശങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ടോ? അവിടെയാണ് നാം ആത്മപരിശോധനകൾക്ക് സന്നദ്ധമാകേണ്ടത്. ആത്മപരിശോധനകൾ തീർച്ചയായും നമ്മൾ നിർവഹിക്കുന്നത് ഞാൻ നേരത്തെ ഈ പറഞ്ഞ സംഘടനാപരമായ പക്ഷപാതിത്വങ്ങൾക്ക് അപ്പുറത്തേക്ക് കടന്നു ചെന്ന് നമുക്ക് സ്വയം പരിശോധനകൾക്ക് സന്നദ്ധമാകാൻ കഴിയണം. ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. മുജാഹിദ് സ്ഥലം പറഞ്ഞിട്ടുണ്ട്. ഈ പറ്റത്തില്ല, ഈ ന്യായം ഇവിടെ നടക്കത്തില്ല. ഇവിടെ തഴവാവ് സ്ഥാനം മണ്ടാണ്. നടക്കത്തില്ല 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 പരിപാടി നടക്കത്തില്ല നടക്കത്തില്ല. ബഹുമാനരായ സഹോദരങ്ങളെ, നമ്മളെല്ലാവരും മുസ്ലിം സമൂഹം എന്ന നിലയിൽ മുസ്ലിം സമൂഹത്തിലെ പ്രിയമുള്ള സഹോദരന്മാരെ, ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഈ വേദിയിൽ യാതൊരു തരത്തിൽ ആരെയും പ്രകോപിപ്പിക്കുന്ന ഒരു പ്രസംഗങ്ങളും മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ വേദിയിൽ നിന്ന് നിങ്ങൾക്ക് ശ്രമിക്കാൻ കഴിയിട്ടില്ല. ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ അജണ്ടയല്ല പറഞ്ഞത്. ഇസ്ലാമിനെ കുറിച്ചും മുസ്ലിമിനെ കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹുമാണ് പറഞ്ഞത്. അതിനെ അലോസരപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു വിഭാഗത്തെ ഈ സമൂഹം തിരിച്ചറിയുക. ഇതാണോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയെന്ന് പ്രിയപ്പെട്ട സഹോദര നിങ്ങൾ ചിന്തിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മാതൃകയാക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിത തുല്യം സ്നേഹിക്കുന്ന ഒരു സത്യവിശ്വാസിയുടെ മാതൃകയാണോ ഇവിടെ കാണിക്കുന്നതെന്ന് ഈ നാട്ടിലുള്ള ബഹുജനങ്ങൾ, ഈ നാട്ടിലെ സഹോദര സമുദായങ്ങൾ ഒരു ബഹുമത സമൂഹത്തിന്റെ മുമ്പിലാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ വേദി പങ്കിടുന്നതെന്ന് ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിയണം. ഞങ്ങളെ അങ്ങനെ പേടിപ്പിച്ചിട്ട്, ഞങ്ങളെ അങ്ങനെ വിരട്ടിയിട്ട് പോകാമെന്ന് ആർക്കും വിചാരമൊന്നും വേണ്ട. തഴവയിലും ഈ പരിസര പ്രദേശത്തുമൊക്കെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മാന്യമായ നിലയിൽ രാജ്യത്തോടുള്ള സ്നേഹവും രാജ്യത്തോടുള്ള കൂറും പ്രഖ്യാപിച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനം നടത്തുന്ന പ്രവർത്തനങ്ങളെ അലങ്കോലപ്പെടുത്താൻ ആര് ശ്രമിച്ചാലും ശരി, അതിവിടെ നടക്കാൻ പോകുന്നില്ല. ഞങ്ങൾ അതിനുവേണ്ടി മരിച്ചാലും ശരി,
നിങ്ങളുടെ ഗുണകാംക്ഷിയാണ് ഞങ്ങൾ എന്ന ഉത്തമമായ ബോധ്യം നിങ്ങൾക്കുണ്ടാകണം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദര ഇത് നിർത്തിവെക്കുക. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ ഈ സമുദായം തിരിച്ചറിഞ്ഞു. നിങ്ങളുടെ കാലിന്റെ മണ്ണിനടിയിൽ നിന്ന് ഇളകുന്നു എന്ന് കണ്ടപ്പോൾ നിങ്ങൾ പ്രകോപനം സൃഷ്ടിച്ചിട്ട് നിങ്ങൾ ഈ പരിപാടി റദ്ദാക്കണമെന്ന് വിചാരിച്ചാൽ അതിവിടെ നടക്കില്ല, അത് സാധ്യമല്ല എന്ന് അറിയിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനരായ സഹോദരങ്ങളെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന് പറയുന്ന ഒരു ജനാധിപത്യ രാജ്യത്ത്, ആ ജനാധിപത്യ രാജ്യത്തെ സ്വാതന്ത്ര്യത്തെയും അവകാശങ്ങളെയും എല്ലാം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ നാട്ടിലെ ഓരോ ആളുകളും അവരുടേതായ ആശയങ്ങൾ തുറന്നു പറയുന്നത്. ആ ആശയങ്ങളോട് തീർച്ചയായും വിയോജിപ്പുള്ളവരുണ്ടാകാം. ആ വിയോജിപ്പുകൾ സ്വാഭാവികവുമാണ്. മനുഷ്യരെന്ന നിലയിൽ ഓരോരുത്തർക്കും അവരുടേതായ ആശയങ്ങൾ ഉണ്ടാകുന്നതും ആ ആശയങ്ങളോട് മറ്റുള്ളവർക്ക് വിയോജിപ്പുണ്ടാകുന്നതും തീർത്തും സ്വാഭാവികമാണ്. ഇവിടെ നടന്ന സംസാരത്തിൽ പലർക്കും വിയോജിപ്പുണ്ടാകുന്ന പല ആശയങ്ങളും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ഇവിടെ ജീവിക്കുന്ന ബഹുമാനരായ സഹോദര മതസ്ഥർക്കടക്കം ചിലപ്പോൾ വിയോജിപ്പ് തോന്നിയേക്കാവുന്ന നിലപാടുകൾ, പക്ഷെ ആ നിലപാടുകളെ വളരെ സ്നേഹത്തോടും ആദരവോടും കൂടി കേൾക്കുകയും കാണുകയും അത് സ്വാഭാവികമാണ് എന്ന് മനസ്സിലാക്കുകയുമാണ് അവരെല്ലാവരും ചെയ്തിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് എല്ലാവരും ചെയ്യേണ്ടതും. കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ തന്നെ വ്യത്യസ്ത അഭിപ്രായങ്ങൾ വ്യത്യസ്ത വിഷയങ്ങളിൽ എല്ലാ വിഭാഗം സംഘടനകൾക്കുമുണ്ട്. ആ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നത് വളരെ സാർവത്രികമാണ്. നമ്മുടെ നാട്ടിൽ നിരന്തരമായി പരിപാടികൾ നടക്കുന്നു. സൂഫി ആശയമുള്ളവരും സലഫി ആശയമുള്ളവരും എല്ലാം കേരളത്തിൽ മതപ്രബോധനം നടത്തുന്നു. അവരുടേതായ ആശയങ്ങൾ തുറന്നു പറയുന്നു. ആ ആശയങ്ങൾ അവരവരുടെ വേദികളിൽ അവരവർ തുറന്നു പറയുന്നതിന്റെ സഹിഷ്ണുതയോടുകൂടി നോക്കിക്കാണുകയും തങ്ങൾക്ക് പറയാനുള്ള മറുപടികൾ തങ്ങളുടേതായ വേദികൾ സംഘടിപ്പിച്ച് പറയുകയുമാണ് യഥാർത്ഥത്തിൽ എല്ലാവരും ചെയ്യേണ്ടത്. അതിനു പകരം മുജാഹിദ് പ്രസ്ഥാനം നടത്തുന്ന പരിപാടികളിൽ ഈ രീതിയിൽ വന്ന് പ്രശ്നമുണ്ടാക്കാനും കുഴപ്പമുണ്ടാക്കാനും എല്ലാം ശ്രമിച്ചതുകൊണ്ട് ഏതെങ്കിലും അർത്ഥത്തിൽ ഈ ആദർശ പ്രബോധനത്തെ തടയാൻ കഴിയുമെന്നോ അതിനാൽ ഈ ആദർശ പ്രബോധന പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുമെന്നോ ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ ആ വിഷയത്തെക്കുറിച്ചുള്ള ധാരണക്കുറവാണ് എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയൂ. ഇത് ഈ നാടിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും അപമാനകരമാണ്. നമ്മുടെ ഒരു ജനാധിപത്യ രാജ്യത്ത് ആ രാജ്യത്തിന്റെ ഭരണഘടന നൽകുന്ന സ്വാതന്ത്ര്യം ഉപയോഗിച്ച് നടത്തുന്ന ഒരു പ്രബോധന പരിപാടി, ആ പരിപാടി കേട്ടിരിക്കുവാനുള്ള
രണ്ടിനകത്താക്കണം അതിൽ മൂവാശി സുൽഫി ക്യാമറ കൊണ്ട് വെച്ചോട്ടാ. ഏതെങ്കിലും പരിപാടി കലക്കാനും അവിടെ ഒച്ചപ്പാടുണ്ടാക്കാനും എല്ലാം ശ്രമിക്കുന്നത് അത് ആരെ സംബന്ധിച്ചിടത്തോളവും ഭൂഷണമല്ല, അത് പണ്ഡിതന്മാർക്ക് ചേർന്നതല്ല. അത് നമ്മളെല്ലാവരും കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് തന്നെ അത്തരമൊരു സംസ്കാരം നിലനിൽക്കുന്നത് യഥാർത്ഥത്തിൽ അപമാനകരമാണ്. ഇവിടെ ഏതെങ്കിലും പണ്ഡിതന്മാരെയോ സംഘടനകളെയോ നേതാക്കളെയോ ഒന്നും അധിക്ഷേപിച്ച് സംസാരിച്ചിട്ടില്ല. മറിച്ച് വളരെ ആദരവോടും സ്നേഹത്തോടും കൂടി മാത്രമാണ് എല്ലാവരെയും പരാമർശിച്ചത്. ആ ആദരവും സ്നേഹവും നിലനിർത്തിക്കൊണ്ട് തന്നെ നമുക്കിടയിലുള്ള വിയോജിപ്പുകളെ നമ്മൾ ഗൗരവത്തോടു കൂടി പരിഗണിക്കണമെന്നും ആ വിഷയങ്ങളെ തുറന്ന മനസ്സോടുകൂടി പഠിക്കണമെന്നും അഭ്യർത്ഥിക്കുവാൻ മാത്രമാണ് നമ്മൾ ശ്രമിച്ചത്. അതിൽ ഇത്രമാത്രം പ്രകോപിതരാകാൻ എന്താണുള്ളത് എന്നാണ് സത്യത്തിൽ മനസ്സിലാകാത്തത്. നമ്മളൊരിക്കലും ഇങ്ങനെ ആയിക്കൂടാ. നമ്മൾ പ്രവാചകന്റെ അനുയായികളാണ്, നമ്മൾ സംസ്കാരമുള്ളവരാണ്, മാന്യതയുള്ളവരാണ്, നാടിൻ്റെ നിയമങ്ങളെ മാനിക്കുന്നവരാണ്. ആ അർത്ഥത്തിൽ ആളുകൾക്കിടയിൽ നല്ല മാതൃക സൃഷ്ടിക്കേണ്ടവരാണ്. അതിന് പകരം വളരെ വളരെ മോശമായി നമ്മളൊരു തരം തെരുവ് ഗുണ്ടായിസത്തിൻ്റെ തലത്തിലേക്ക് നമ്മൾ പോകുന്നത് നമ്മുടെ സംഘടനകൾക്കോ പണ്ഡിതന്മാർക്കോ ഒന്നും നല്ല പേരല്ല ഉണ്ടാക്കുക, അത് അവമതിപ്പ് മാത്രമേ സൃഷ്ടിക്കൂ എന്ന് ബഹുമാനരായ സുഹൃത്തുക്കൾ തിരിച്ചറിയണം എന്ന് വളരെ വിനയത്തോടു കൂടി അഭ്യർത്ഥിക്കുകയാണ്. എന്തായാലും ഇവിടെ പറഞ്ഞു വന്നത് നമുക്കിടയിലുള്ള തർക്കങ്ങളും പക്ഷപാതിത്വങ്ങളും കക്ഷിത്വങ്ങളും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് അവക്കപ്പുറത്ത് ദീനിനെ ദീനായി തുറന്ന മനസ്സോടുകൂടി പഠിക്കുവാൻ ശ്രമിക്കണമെന്ന് പറയാനാണ് ഇവിടെ പ്രധാനമായും പരിശ്രമിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമ്മുടെ മാതൃക. അദ്ദേഹമാണ് നമ്മെ കാര്യങ്ങൾ പഠിപ്പിച്ചത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും നമ്മുടെ സഹായാഭ്യർത്ഥനകൾക്ക് ഉത്തരം നൽകാൻ കഴിയുന്ന ഏതെങ്കിലും അദൃശ്യ ശക്തികൾ അള്ളാഹുവിന് പുറമെയുണ്ട് എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടോ? കേരളത്തിലെ മുസ്ലിം സമൂഹം പലപ്പോഴും പ്രതിസന്ധി ഘട്ടങ്ങളിൽ സഹായം ലഭിക്കുന്നതിന് വേണ്ടി അല്ലാഹുവല്ലാത്ത ഒരുപാട് അദൃശ്യ ശക്തികളെ വിളിച്ച് സഹായം തേടുന്നവരാണ് എന്ന് നമുക്കറിയാം. അങ്ങനെ വിളിച്ച് സഹായം അഭ്യർത്ഥിക്കപ്പെടുന്ന അദൃശ്യ ശക്തികൾ തീർച്ചയായും അവർ മഹാന്മാരാണ്, ആദരിക്കപ്പെടുന്നവരാണ്, നമ്മളെല്ലാവരും സ്നേഹിക്കേണ്ടവരാണ്. ബദർ ശുഹദാക്കളായാലും മുഹിയുദ്ദീൻ ഷെയ്ഖ് ആയാലും മലബാറിൽ കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ മതപ്രബോധന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയ മമ്പുറം സയ്യിദ് അലവി തങ്ങളെ പോലുള്ള മഹാന്മാരായാലും ഇവരെല്ലാവരും ഇവർ മരണപ്പെട്ടതിന് ശേഷം അവരുടെ ആത്മാക്കൾക്ക് പരേതാത്മാക്കൾക്ക് നമ്മുടെ സഹായാഭ്യർത്ഥനകൾക്ക് ഉത്തരം നൽകാൻ കഴിയുമെന്നും അവർ നമ്മളെ സഹായിക്കുമെന്നും പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവർ നമ്മെ തുണക്കുമെന്നുമെല്ലാം വിശ്വസിച്ചുകൊണ്ടാണ് കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ വലിയൊരു വിഭാഗം ആളുകൾ ഇപ്പോഴും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നമ്മൾ പരിശോധിക്കേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം മാത്രമാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം എപ്പോഴെങ്കിലും ഈ രീതിയിലുള്ളൊരു വിശ്വാസം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടോ? മരണപ്പെട്ടു പോയ മഹാത്മാക്കൾക്ക് പരേതാത്മാക്കൾക്ക് നമ്മുടെ സഹായാഭ്യർത്ഥനകൾക്ക് ഉത്തരം നൽകാൻ കഴിയും എന്നൊരു വിശ്വാസം. യഥാർത്ഥത്തിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് നമ്മുടെ സഹായാഭ്യർത്ഥനകൾക്ക് ഉത്തരം നൽകാൻ കഴിയുന്ന ഒരേ ഒരു അദൃശ്യ ശക്തി മാത്രമേ ഉള്ളൂ എന്നും ആ അദൃശ്യ ശക്തി അള്ളാഹു മാത്രമാണ് എന്നുമാണ്. അള്ളാഹുവിന് പുറമെയുള്ള ഏതെങ്കിലും അദൃശ്യ ശക്തികൾക്ക് നമ്മുടെ സഹായാഭ്യർത്ഥനകൾക്ക് ഉത്തരം നൽകാൻ കഴിയും എന്ന് അള്ളാഹുവോ അള്ളാഹുവിന്റെ പ്രവാചകനോ ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ടാണ് ബദർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന ജീവിതത്തിന്റെ തുടക്കത്തിൽ തന്നെ സംഭവിച്ചിട്ടും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരിക്കലും അദ്ദേഹം ബദർ ശുഹദാക്കളെ വിളിച്ച് ഒരു സഹായവും തേടാതിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം ഉഹദ് ശുഹദാക്കളെ വിളിച്ച് ഒരു സഹായവും തേടാതിരുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് മുമ്പ് മരണപ്പെട്ടു പോയ ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാം മുതൽ ഈസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരെയുള്ള ആയിരക്കണക്കിന് പ്രവാചകന്മാരിൽ ഒരാളുടെ പോലും മരണപ്പെട്ടു പോയ ആത്മാവിനെ വിളിച്ചുകൊണ്ട് അവരുടെ ആത്മാക്കളെ വിളിച്ചുകൊണ്ട് വിശുദ്ധാത്മാക്കളെ വിളിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യത്തിനും സഹായം അഭ്യർത്ഥിക്കാതിരുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മരണപ്പെടുന്ന സമയത്ത് അദ്ദേഹം ഇഹലോകത്തോട് വിട പറഞ്ഞു പോകുന്ന സമയത്ത് വികാരസാന്ദ്രമായ വാക്കുകളിൽ അവിടെയുള്ള തന്റെ ചുറ്റുമുണ്ടായിരുന്ന സഹാബിമാരെ മുഴുവൻ വിളിച്ചുകൂട്ടി അവരെ മുഴുവൻ കേൾപ്പിക്കുവാൻ വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ചില വാചകങ്ങളുണ്ട്. അദ്ദേഹം പറഞ്ഞു, എവിടെയുള്ള എനിക്ക് മുമ്പുള്ള ആളുകൾ
മോശയുടെയും യേശുവിന്റെയും എല്ലാം അനുയായികൾ അവർ അവരുടെ പ്രവാചകന്മാരുടെ ഖബറുകളെ ആരാധനക്കുള്ള ഇടങ്ങളാക്കി മാറ്റി. അവരുടെ കൂട്ടത്തിലെ സച്ചരിതരായ ആളുകൾ മരണപ്പെട്ടു പോയപ്പോൾ സച്ചരിതരായ പ്രവാചകന്മാർ മരണപ്പെട്ടു പോയപ്പോൾ സ്വാലിഹുകളായ ആളുകൾ മരണപ്പെട്ടു പോയപ്പോൾ അവരുടെ ഖബറുകളെ ആരാധനാ കേന്ദ്രങ്ങളാക്കുകയും പ്രാർത്ഥനാ സ്ഥലങ്ങളാക്കി മാറ്റുകയും ചെയ്തു. അതിന്റെ പേരിൽ അവർക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ടാകട്ടെ. അള്ളാഹുവേ, എന്റെ ഖബറിനെ നീ ഒരിക്കലും ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കി മാറ്റരുതേ എന്ന് പ്രാർത്ഥിച്ചു അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ എവിടെയാണ് നിൽക്കുന്നത്? കേരള മുസ്ലിങ്ങളുടെ വലിയ പുരോഗതിയെക്കുറിച്ച് നമ്മൾ പറയുമ്പോഴും നമുക്കിടയിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സംഘടനകൾ നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെക്കുറിച്ച് നമ്മൾ വലിയ വർത്തമാനങ്ങൾ പറയുമ്പോഴും കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൽ എത്രയെത്ര ഖബറുകളാണ് ഉയർന്നു നിൽക്കുന്നത്. ഞങ്ങൾ ഒരിക്കലും ഖബർ കെട്ടി ഉയർത്തരുത് എന്നും നിരപ്പായാണ് നിങ്ങൾ ഖബറുകളെ സംവിധാനിക്കേണ്ടത് എന്നും പഠിപ്പിച്ച പ്രവാചകൻ തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്റെ കയ്യിൽ, അലി റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ വാള് നൽകി കെട്ടി ഉയർത്തപ്പെട്ട ഒരൊറ്റ ഖബറും തട്ടി നിരപ്പാക്കാതെ നീ ശേഷിപ്പിക്കരുത് എന്ന് ഇസ്ലാമിക ഭരണകൂടത്തിന്റെ തലവൻ എന്ന നിലയിൽ നിർദ്ദേശിച്ച പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദ്ഹ് നമ്മൾ പറയുമ്പോഴും ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പാരമ്പര്യം നമ്മൾ അവകാശപ്പെടുമ്പോഴും ഖബറുകൾ കെട്ടി ഉയർത്തുകയും ഖബറുകളിൽ മറമാടപ്പെട്ടിരിക്കുന്ന മഹാന്മാരായ മനുഷ്യരുടെ ആത്മാക്കൾക്ക് നമ്മളെ സഹായിക്കുവാൻ കഴിയുമെന്ന് വിശ്വസിക്കുകയും അവരെ വിളിച്ച് സഹായാഭ്യർത്ഥനകൾ നടത്തുകയും ചെയ്യുന്ന സമ്പ്രദായം കേരള മുസ്ലിങ്ങൾക്കിടയിൽ വ്യാപകമാണ്. ഇത് യഥാർത്ഥത്തിൽ അള്ളാഹുവിന്റെ പ്രവാചകൻ പഠിപ്പിച്ചിട്ടില്ലാത്ത, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശിഷ്യന്മാർക്കൊന്നും പരിചയമില്ലാത്ത, പരിശുദ്ധ ഖുർആനിലോ തിരുസുന്നത്തിലോ യാതൊരു തെളിവുമില്ലാത്ത സമ്പ്രദായമാണ് എന്നതാണ് സത്യം. അവിടെയാണ് നമ്മൾ പുനഃപരിശോധനകൾക്ക് സന്നദ്ധമാകേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആരുടെ ഖബറാണ് കെട്ടി ഉയർത്തിയത്? മരണപ്പെട്ടു പോയ ആർക്കാണ് നമ്മുടെ സഹായാഭ്യർത്ഥനകൾക്ക് ഉത്തരം നൽകാൻ കഴിയുമെന്ന് പഠിപ്പിച്ചത്? എവിടെയാണ് ആണ്ടുനേർച്ച നടത്തിയത്? ഏത് ഖബറിങ്കിലേക്കാണ് അദ്ദേഹം ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി ആളുകളെ വിളിച്ചു കൊണ്ടുപോയത്? ഇല്ല എന്ന് ഒരിക്കലും ഒരു ഖബറിനരികിലേക്കും ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആളുകളെ വിളിക്കുകയോ അവിടെ എന്തെങ്കിലും തരത്തിലുള്ള എടുപ്പുകൾ ഉണ്ടാക്കുകയോ അവിടെ ആണ്ടുനേർച്ചകൾ സംഘടിപ്പിക്കുകയോ അവരെ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ സമൂഹത്തെ ഉത്ബോധിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. മറിച്ച് അതാണ് യഥാർത്ഥത്തിൽ ശിർക്ക് എന്ന്, അതാണ് ബഹുദൈവാരാധന എന്ന്, അതാണ് നിങ്ങളെ സ്വർഗത്തിൽ നിന്ന് പുറത്താക്കുക എന്ന് പഠിപ്പിച്ചു പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിന്റെ വചനം ഓതിയത് ഇൻ തദഊഹും ലാ യസ്മഊ ദുആക്കും വലൗ സമീഉ മസ്തജാബു ലക്കും എന്ന്. നിങ്ങൾ അല്ലാഹുവിന് പുറമെയുള്ള ആളുകളെ വിളിച്ചു പ്രാർത്ഥിച്ചാൽ അവർ ഒരിക്കലും നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുകയില്ല, നിങ്ങളുടെ സഹായാഭ്യർത്ഥനകൾക്ക് ഉത്തരം നൽകുകയില്ല. അല്ലാഹുവിന് പുറമെയുള്ള ചില ആളുകളെ വിളിച്ചാൽ ഉത്തരം കിട്ടും, മറ്റു ചിലരക്ക് വിളിച്ചാൽ ഉത്തരം കിട്ടില്ല എന്നല്ല പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിന്റെ വചനം ഓതി തന്നത്. മറിച്ച് അല്ലാഹുവിന് പുറമെയുള്ളവർ അവരാരായിരുന്നാലും ശരി, അവർ പ്രവാചകന്മാരായാലും സ്വാലിഹുകളായാലും ശുഹദാക്കളായാലും പണ്ഡിതന്മാരായാലും ആരായിരുന്നാലും ശരി, അവരെ വിളിച്ചാൽ നിങ്ങൾക്കൊരിക്കലും നിങ്ങളുടെ സഹായാഭ്യർത്ഥനകൾക്ക് ഉത്തരം നൽകാൻ കഴിയില്ല എന്ന്, അവരൊരിക്കലും നിങ്ങളെ സഹായിക്കില്ല എന്ന്, അവർ നിങ്ങളുടെ വിളി കേട്ടു എന്ന് സങ്കല്പിച്ചാൽ പോലും ആ വിളിക്ക് അവർക്ക് ഉത്തരം നൽകാൻ കഴിയില്ല എന്ന് പഠിപ്പിച്ചു പരിശുദ്ധ ഖുർആൻ അസന്നിഗ്ധമായി. അതിനാണ് തൗഹീദ് എന്ന് പറയുന്നത്. നാം നമസ്കാരത്തിൽ, നിർബന്ധ നമസ്കാരങ്ങളിൽ മാത്രം 17 തവണ അള്ളാഹുവിന്റെ മുന്നിൽ കൈകെട്ടി നിന്ന് ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന് പറയുന്നതിന്റെ സാരം അതാണ്. അള്ളാഹുവേ, നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം അഭ്യർത്ഥിക്കുന്നു എന്ന പ്രതിജ്ഞ ഒരു മുസ്ലിം നിർബന്ധമായി 17 തവണ നമസ്കാരങ്ങളിൽ എടുക്കേണ്ട പ്രതിജ്ഞ. ആ പ്രതിജ്ഞ എടുത്ത് പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷമാണ് നാം തൊട്ടടുത്ത ശവകുടീരത്തിൽ പോയി അല്ലാഹുവല്ലാത്ത ഒരാളെ വിളിച്ച് സഹായം അഭ്യർത്ഥിക്കുന്നത്. അല്ലാഹുവല്ലാത്ത അദൃശ്യ ശക്തികളോട് നമ്മൾ സഹായം അഭ്യർത്ഥിക്കുമ്പോൾ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന നമസ്കാരത്തിലെടുത്ത് നമ്മുടെ പ്രതിജ്ഞ പൊളിഞ്ഞു പോവുകയും അല്ലാഹുവല്ലാത്ത അദൃശ്യ ശക്തികളെ വിളിച്ച് സഹായം അഭ്യർത്ഥിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിരോധിച്ച ശിർക്കിന്റെ പ്രവർത്തനം നമ്മൾ നടത്തുകയും ചെയ്യുന്നു. ഖബറുകളെ ആരാധനാലയങ്ങളാക്കുന്നതിനെതിരെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയെങ്കിൽ അങ്ങനെ ആരാധനാലയങ്ങൾ ആക്കിയവരെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചുവെങ്കിൽ ആ ശാപം സ്വന്തം ശിരസിൽ ഏറ്റുവാങ്ങാൻ പാകത്തിലാണ് പലപ്പോഴും നമ്മുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. സഹോദരങ്ങളെ, ഇത് പറയുന്നത് അധിക്ഷേപിക്കുവാനല്ല, ആരെയെങ്കിലും കുറ്റപ്പെടുത്തുവാനല്ല. അങ്ങനെ ആരെയെങ്കിലും വിചാരിച്ചിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും സുഹൃത്തുക്കളുടെ മനസ്സ് ആ രീതിയിൽ ഈ സംസാരത്തെ വായിച്ചിട്ടുണ്ടെങ്കിൽ അതവരുടെ തെറ്റിദ്ധാരണ മാത്രമാണ്. ഇവിടെ പറഞ്ഞതുപോലെ സുന്നികളായി
മുസ്ലിങ്ങളായി, മുജാഹിദുകളായി, ജമാഅത്തുകാരായി ചിതറിത്തെറിച്ച് വ്യത്യസ്ത കമ്പാർട്ട്മെന്റുകളായി നമുക്കിടയിൽ വലിയ മതിലുകൾ തീർത്ത് നമ്മൾ പറയുന്നത് പരസ്പരം കേൾക്കുവാനുള്ള സഹിഷ്ണുതയോ ക്ഷമയോ പോലും ഇല്ലാത്ത വികാരജീവികളായി നമ്മൾ മാറുന്നത് മുസ്ലിം സമുദായത്തിന്റെ ഭാവിക്ക് ഒരു നിലക്കും ഗുണകരമല്ല. മറിച്ച് മതപരമായ കാര്യങ്ങൾ ആര് പറഞ്ഞാലും തുറന്ന മനസ്സോടുകൂടി കേൾക്കാനും അതിൽ ശരിയുണ്ടോ എന്ന് പരിശോധിക്കുവാനും ശരിയുണ്ട് എന്ന് തോന്നിയാൽ സ്വീകരിക്കുവാനും ശരിയില്ല എന്ന് തോന്നിയാൽ മാന്യമായി മറുപടി പറയാനും കഴിയുന്ന ഒരു സാംസ്കാരികമായ ഔന്നത്യം നമ്മളെല്ലാവരും നേടിയെടുക്കേണ്ടതുണ്ട്. ആ സാംസ്കാരികമായ ഔന്നത്യത്തിലേക്കാണ് നമ്മൾ ചിറകടിച്ചുയരേണ്ടത്. നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ, നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട പ്രവാചകൻ, ആ പ്രവാചകൻ നിങ്ങൾക്കറിയുമോ ലോകത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ ഇപ്പോൾ ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തെറ്റിദ്ധരിപ്പിക്കുവാനുള്ള ശ്രമങ്ങൾ വളരെ സമർത്ഥമായി നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മൾ എന്ത് ചെയ്യണമെന്ന ചോദ്യമുണ്ട്, വലിയൊരു ചോദ്യം. ആ ചോദ്യത്തിനാണ് മുജാഹിദ് പ്രസ്ഥാനം ഇത്തരം പരിപാടികളിലൂടെ ഉത്തരം പറയാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, കേരള മുസ്ലിങ്ങൾക്ക് ഒരു ഭൂതകാലമുണ്ടായിരുന്നു. ആ ഭൂതകാലം അത്ര വിദൂരമൊന്നുമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ കേരളത്തിൽ ഇസ്ലാം എത്തി എന്ന് അഭിപ്രായപ്പെടുന്ന ചരിത്ര പണ്ഡിതന്മാരുണ്ട്. ആ അഭിപ്രായം ശരിയോ തെറ്റോ ആകാം. പക്ഷേ കാലക്രമേണ കേരളത്തിലെ മുസ്ലിം സമുദായം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങളിൽ നിന്ന് പല നിലക്കും അകന്നുപോയി. നിങ്ങൾക്കറിയുമോ, 19-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ മലബാറിൽ ഇവിടെയല്ല, ഇവിടെയത് ആ രീതിയിൽ മനസ്സിലാകുമോ എന്നറിയില്ല. മലബാറിൽ ബ്രിട്ടീഷുകാരുടെ ഭരണം സ്ഥാപിക്കപ്പെട്ട സമയത്ത് മലബാറിൽ ബ്രിട്ടീഷുകാരുടെ തണൽ ഉപയോഗിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിക്കുകയും തെറി പറയുകയും എല്ലാം ചെയ്യുന്ന ഒരുപാട് മലയാള പുസ്തകങ്ങൾ മലബാറിലെ മുസ്ലിം ഗ്രാമങ്ങളിൽ വിതരണം ചെയ്യപ്പെട്ടിരുന്നു. അക്കാലഘട്ടത്തിൽ മലബാറിലെ മുസ്ലിം പണ്ഡിതന്മാർ മലയാളം പഠിക്കുന്നത് ഹറാമാണ് എന്ന ഫത്വ നൽകുകയും അറബി മലയാള ലിപിയിൽ മാത്രമേ നമുക്ക് എഴുതാനും വായിക്കുവാനും അനുവാദമുള്ളൂ എന്ന് വാദിക്കുകയും ചെയ്തു. ആ പണ്ഡിതന്മാർ അറബി മലയാളത്തിന്റെ ലോകത്ത് മുസ്ലിങ്ങളെ തളച്ചിട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ഉന്നയിക്കപ്പെടുന്ന വിമർശനങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ മുസ്ലിങ്ങൾക്ക് കഴിയാതെ പോയി. അന്ന് സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങൾ എന്ന് പറയുന്ന യുഗപ്രഭാവനായ പൊന്നാനിക്കാരനായ സയ്യിദ് കുടുംബാംഗമായ യമനിൽ നിന്ന് കേരളത്തിലേക്ക് വന്ന സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങൾ, ആ സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങൾ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറഞ്ഞു, മുസ്ലിം സമൂഹമേ, നിങ്ങളൊരു കാര്യം പറയണം. നിങ്ങൾക്ക് ചുറ്റും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിമർശിച്ചുകൊണ്ട് മിഷനറിമാർ പുസ്തകങ്ങൾ വിതരണം ചെയ്യുന്നു. നിങ്ങളുടെ പ്രവാചകനെ അധിക്ഷേപിച്ചുകൊണ്ട് അവർ പ്രഭാഷണങ്ങൾ നടത്തുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ചുള്ള തെറ്റിദ്ധാരണകൾ ഈ നാട്ടിൽ വ്യാപകമാകുന്നു. ആ പുസ്തകങ്ങളും ലഘുലേഖകളും എല്ലാം അച്ചടിക്കപ്പെട്ടിട്ടുള്ളത് ശുദ്ധ മലയാള ഭാഷയിലാണ്. നിങ്ങളുടെ പണ്ഡിതന്മാരാകട്ടെ മലയാളം പഠിക്കാൻ പാടില്ലെന്ന് പറയുന്നു. ഇത് തെറ്റാണ്. മലയാളം പഠിക്കാൻ പാടില്ല എന്ന് പരിശുദ്ധ ഖുർആനിലോ ഹദീസിലോ ഇല്ല. അറബി മലയാളത്തിലാണ് എഴുതേണ്ടതും വായിക്കേണ്ടതും എന്ന് പരിശുദ്ധ ഖുർആനിലോ തിരുസുന്നത്തിലോ ഇല്ല. അതുകൊണ്ട് നിങ്ങൾ മലയാളം പഠിക്കണം. പ്രവാചകനെ വിമർശിച്ചുകൊണ്ട് ഇറങ്ങുന്ന പുസ്തകങ്ങൾ നിങ്ങൾ വായിക്കണം. എന്നിട്ട് ആ വിമർശനങ്ങൾക്ക് ഓരോന്നോരോന്നായി അക്കമിട്ട് പൊതുസമൂഹത്തിന് മുന്നിൽ എഴുന്നേറ്റ് നിന്ന് നിങ്ങൾ മറുപടി പറയണം. ഇവിടെയുള്ള മുസ്ലിം സമൂഹത്തെയും അമുസ്ലിം പൊതുസമൂഹത്തെയും ഈ തെറ്റിദ്ധാരണകളിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കണം എന്ന് സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങൾ ആഹ്വാനം ചെയ്തു. സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങളെ അദ്ദേഹത്തിന് ചുറ്റുമുണ്ടായിരുന്ന മുസ്ലിം സമൂഹം പൊന്നാനിയിലെ പണ്ഡിതന്മാരുടെ നേതൃത്വത്തിൽ കാഫിറായി മുദ്രകുത്തി. അദ്ദേഹത്തിന് ഭക്ഷണം പോലും നിഷേധിച്ചു. പള്ളികളിലേക്ക് പ്രവേശനം നിഷേധിച്ചു. മക്തി തങ്ങളാണെന്ന് മനസ്സിലായപ്പോൾ പള്ളികളുടെ വാതിലുകൾ അദ്ദേഹത്തിന് മുന്നിൽ കൊട്ടിയടച്ചു. മലയാളം പഠിക്കുവാൻ സമുദായത്തെ ആഹ്വാനം ചെയ്തതിന്റെ പേരിൽ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരായ വിമർശനങ്ങൾക്ക് മറുപടി പറഞ്ഞതിന്റെ പേരിൽ മഹാനായ പണ്ഡിതനെ സമുദായത്തിന്റെ ഓരത്തിൽ നിർത്താൻ സമുദായത്തിന്റെ പണ്ഡിതന്മാരും നേതാക്കളുമെല്ലാം തെറ്റിദ്ധാരണകൾ കൊണ്ടാകാം ആ കാലഘട്ടത്തിൽ പരിശ്രമിച്ചു. സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങൾ അന്ന് കേരളത്തിലെ മുസ്ലിം സമൂഹത്തിന് മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് വികാരനിർഭരമായി നടത്തിയ പ്രഭാഷണങ്ങൾ അദ്ദേഹത്തിന്റെ സമ്പൂർണ്ണ കൃതികളിൽ നമുക്ക് വായിക്കുവാൻ കഴിയും. സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങൾ കേരളത്തിലെ മുസ്ലിം സമുദായത്തോട് ചോദിച്ചു, മുസ്ലിം സമുദായമേ, നിങ്ങൾ ബദർ ശുഹദാക്കളുടെ പേരിൽ അഭിമാനം കൊള്ളുന്നവരല്ലേ? ബദർ ശുഹദാക്കളുടെ പേരിൽ ആണ്ട് നേർച്ച നടത്തുന്നവരല്ലേ? ബദർ ശുഹദാക്കൾ എന്ന് കേട്ടാൽ അവർക്ക് വേണ്ടി പ്രകീർത്തന കാവ്യങ്ങൾ ആലപിക്കുന്നവരല്ലേ? നിങ്ങൾക്കറിയുമോ ആരാണ് ബദർ ശുഹദാക്കൾ എന്ന്? എന്തിനു വേണ്ടിയാണ് അവർ ഷഹീദായതെന്ന്? എന്തിനാണ് അവർ ജീവൻ കൊടുത്തത് എന്ന്? ഈ ആദർശം ഭൂമിയിൽ നിലനിൽക്കുന്നതിന് വേണ്ടി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ച ദൈവികമായ ആദർശം, ആ ആദർശത്തിന് പരിക്കു പറ്റാതിരിക്കുവാൻ വേണ്ടി ആ ആദർശം എന്താണെന്ന് മനസ്സിലാക്കി ആദർശത്തിന് വേണ്ടി ജീവനും രക്തവും കൊടുത്തവരാണ് ബദർ ശുഹദാക്കൾ എന്ന് പറഞ്ഞു മക്തി തങ്ങൾ. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി
നബവിയെ വാദോരാതെ സംസാരിക്കുന്നവരല്ലേ? അദ്ദേഹത്തിന്റെ പേരിൽ നേർച്ചയും റാത്തീവുമെല്ലാം നടത്തുന്നവരല്ലേ? അദ്ദേഹത്തിന്റെ പേരിൽ പ്രകീർത്തന കാവ്യങ്ങൾ ആലപിക്കുന്നവരല്ലേ? മുഹിയുദ്ദീൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? ദീനിനെ ജീവിപ്പിച്ചവൻ എന്നാണ്. ദീനിത ഇവിടെ മരിച്ചു കിടക്കുന്നു, നിങ്ങൾക്ക് ചുറ്റും നിങ്ങളുടെ ദീൻ വിമർശിക്കപ്പെടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വ്യക്തിത്വം തേജോവധം ചെയ്യാൻ നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. അതിനെതിരെ ഒരക്ഷരം ഉരിയാടാതെ, ഈ വിമർശനങ്ങൾക്ക് മറുപടി പറയാതെ ഇവിടെയുള്ള മുസ്ലിം പൊതുസമൂഹത്തിലേക്ക് കടന്നു ചെന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്താനുള്ള പരിശ്രമങ്ങൾ നടത്താതെ, ബദർ ശുഹദാക്കളുടെ കഥ പറഞ്ഞ്, ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനിയുടെ പോരിശ പറഞ്ഞ് നിങ്ങൾ ഈ ശവകുടീരങ്ങൾക്ക് ചുറ്റും കറങ്ങിക്കൊണ്ടിരുന്നാൽ നാളെ പടച്ചതമ്പുരാന്റെ മുന്നിൽ എന്ത് സമാധാനമാണ് നിങ്ങൾ പറയുക എന്ന് ചോദിച്ചുകൊണ്ടാണ് സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങൾ അദ്ദേഹത്തിന്റെ പ്രബോധന പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്. മുസ്ലിം സമുദായത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന പണ്ഡിതന്മാർ ഒറ്റപ്പെടുത്തിയിട്ടും ഒറ്റയാൾ പട്ടാളമായി അദ്ദേഹം കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേയറ്റം വരെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പരിചയപ്പെടുത്തിക്കൊണ്ട് മലയാളത്തിൽ പുസ്തകങ്ങൾ എഴുതുകയും പ്രഭാഷണങ്ങൾ നടത്തുകയും വിമർശനങ്ങൾക്ക് മറുപടി പറയുകയും ചെയ്തു. അവിടെ നിന്നാണ് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത്. 1847 ജനിക്കുകയും 1912 കൊച്ചിയിൽ മരിക്കുകയും ചെയ്ത സയ്യിദ് സനാഉല്ലാ മക്തി തങ്ങൾ എന്ന് പറയുന്ന മഹാനായ പണ്ഡിതന്റെ ഒറ്റയാൾ പടയോട്ടത്തിൽ നിന്ന് ഊർജം സ്വീകരിച്ചുകൊണ്ടാണ് കേരളത്തിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടെ പ്രബോധന പ്രവർത്തനങ്ങൾ നടക്കുന്നതും അതിൽ നിന്ന് ഊർജം കൊളുത്തിയെടുത്ത് കേരള മുസ്ലിം ഐക്യ സംഘം ഉണ്ടാകുന്നതും അത് കേരള ജംഇയ്യത്തുൽ ഉലമക്ക് ജന്മം നൽകുന്നതും നദുവത്തുൽ മുജാഹിദീനെ പോലുള്ള ഒരു ബഹുജന പ്രസ്ഥാനം ജന്മമെടുക്കുന്നതും. സഹോദരങ്ങളെ, ഒരു കാര്യം ഇത് എവിടെ പ്രത്യേകം പറയണമെന്ന് തോന്നുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തോട് വലിയ വെറുപ്പ് പലരുടെയും മനസ്സിനകത്തുണ്ട്. ആ വെറുപ്പ് അത് അവരുടെ കുറ്റമാണ് എന്ന് ഞങ്ങൾ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തോട്, ആ മുജാഹിദ് പ്രസ്ഥാനത്തിന് ആരോടും ഒരു വിദ്വേഷവുമില്ല. കേരളത്തിലെ ഒരു മുസ്ലിം സംഘടനയോടും ഒരു മുസ്ലിം പണ്ഡിതനോടും ഒരു മുസ്ലിം സാധാരണക്കാരനോടും വിദ്വേഷത്തിന്റെ ചെറിയ കണിക പോലും മനസ്സിൽ സൂക്ഷിക്കുന്ന പ്രസ്ഥാനമല്ല കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം. നിങ്ങൾ മനസ്സിലാക്കണത്, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും കേരളത്തിലെ മുസ്ലിം സമുദായത്തെ മുജാഹിദ് പ്രസ്ഥാനം ശത്രുപക്ഷത്ത് നിർത്തിയിട്ടില്ല. ചെറുശ്ശേരി സൈനുദ്ദീൻ മുസ്ലിയാർ എന്ന് പറയുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ജനറൽ സെക്രട്ടറി മരണപ്പെട്ട സമയത്ത് നദുവത്തുൽ മുജാഹിദീന്റെ സംസ്ഥാന അധ്യക്ഷൻ ടി.പി. അബ്ദുള്ള കോയ മദനി ആ ജനാസ സന്ദർശിക്കുവാൻ ആദരപൂർവ്വം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുന്നത് മുസ്ലിം സമുദായത്തോടും മുസ്ലിം സമുദായത്തിന്റെ പണ്ഡിതന്മാരോടും മുസ്ലിം സമുദായത്തിലെ സംഘടനകളോടും നേതാക്കളോടും മുജാഹിദ് പ്രസ്ഥാനത്തിന് ഗുണകാംക്ഷയുള്ളത് കൊണ്ടാണ്. ആരോടുമില്ല. കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ എന്ന് പറയുന്ന പണ്ഡിതൻ മരണാനന്തര ജീവിതത്തിൽ അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ തണൽ അനുഭവിക്കണമെന്ന ആഗ്രഹം അത് മാത്രമാണ് മുജാഹിദ് പ്രസ്ഥാനത്തിനുള്ളത്. കേരളത്തിലെ ഏതെങ്കിലും ഒരു മുസ്ലിം പണ്ഡിതൻ, ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനയുടെ നേതാക്കൾ, ഏതെങ്കിലും ഒരു മുസ്ലിം സംഘടനയുടെ പ്രവർത്തകർ നാളെ നരകത്തിൽ പോകണമെന്നോ അവർ പിഴക്കണമെന്നോ അവർക്ക് ദുനിയാവിൽ പ്രയാസങ്ങൾ ഉണ്ടാകണമെന്നോ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ പ്രസ്ഥാനം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടു. ഇതിനെക്കുറിച്ച് തെറ്റിദ്ധാരണകൾ പരന്നു. അതിന്റെ കാരണം എന്താണ് എന്ന് നേരത്തെ എന്റെ സംസാരത്തിൽ നിന്ന് നിങ്ങൾക്ക് ഊഹിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ടാകും. പൂർവ്വകാല പ്രവാചകന്മാരുടെ അധ്യാപനങ്ങളെ പുരോഹിതന്മാർ ദുർവ്യാഖ്യാനിച്ചു. അവർ അതിന്റെ പേരിൽ ചൂഷണങ്ങൾ പടുത്തുയർത്തി. ആ ചൂഷണങ്ങൾ പടുത്തുയർത്തിയപ്പോൾ അതല്ല അവർ യഥാർത്ഥത്തിൽ പഠിപ്പിച്ചതെന്നും യഥാർത്ഥത്തിൽ പൂർവ്വ പ്രവാചകന്മാരുടെ അധ്യാപനങ്ങൾ ഇന്നതൊക്കെയാണ് എന്നും ലോകത്തോട് തുറന്നു പറഞ്ഞ് കടന്നു വന്ന പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ആ പ്രവാചകൻ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്തുകൊണ്ട് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നു, എന്തുകൊണ്ട് അദ്ദേഹത്തിനെതിരെ വെറുപ്പുണ്ടാകുന്നു, എന്തുകൊണ്ട് അദ്ദേഹത്തോട് വിദ്വേഷമുണ്ടാകുന്നു? മറ്റൊന്നുകൊണ്ടുമല്ല, അദ്ദേഹം ചില സത്യങ്ങൾ തുറന്നു പറഞ്ഞതുകൊണ്ട്. ഇതേപോലെ ഇസ്ലാം എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ പൂർത്തീകരിക്കപ്പെട്ട ആദർശത്തെ ഇവിടെയുള്ള ചില ചൂഷണത്തിന്റെ ആളുകൾ അവർ ആ ആദർശത്തെ ദുർവ്യാഖ്യാനിക്കുകയും ആ ആദർശത്തിന്റെ പേരിൽ ചൂഷണ സംവിധാനങ്ങൾ ആരംഭിക്കുകയും ആ ആദർശത്തിന് പരിചയമില്ലാത്ത വിശ്വാസങ്ങളും ആചാരങ്ങളും ആ ആദർശത്തിന്റെ പേരിൽ കെട്ടിവെക്കുകയും ചെയ്ത സമയത്ത് അല്ല യഥാർത്ഥ ഇസ്ലാം ഇതല്ല. ഇസ്ലാം നിങ്ങളോട് പറയുന്നത് അള്ളാഹുവിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കാനാണ്, അവന്റെ മുമ്പിൽ മാത്രം കുമ്പിടാനാണ്, അവനോട് മാത്രം സഹായം അഭ്യർത്ഥിക്കുവാനാണ്. ശവകുടീരങ്ങൾ കെട്ടി ഉയർത്താനോ അവർക്ക് മുന്നിൽ പ്രണമിക്കുവാനോ മരണപ്പെട്ടു പോയ മഹാത്മാക്കളോട് സഹായം അഭ്യർത്ഥിക്കുവാനോ അല്ല ഇസ്ലാം നിങ്ങളോട് ആവശ്യപ്പെടുന്നത് എന്ന് തുറന്നു പറഞ്ഞു എന്നത് മാത്രമാണ് കേരളത്തിലെ
കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ചെയ്ത കുറ്റം അതല്ലാത്തൊരു കുറ്റവും കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ചെയ്തിട്ടില്ല. അതൊരു കുറ്റമാണെങ്കിൽ ഞങ്ങൾ കുറ്റവാളികളാണ് എന്ന് ആർജവത്തോടുകൂടി പ്രഖ്യാപിക്കുവാൻ കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം സന്നദ്ധമാണ്. കാരണം അതേ കുറ്റം എല്ലാ പ്രവാചകന്മാരും ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പറയുന്ന കുറ്റം അല്ലാഹുവിനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കാവൂ എന്ന് പറയുന്നത് ഒരു കുറ്റമാണെങ്കിൽ, അതാണ് നിങ്ങൾ കാണുന്ന കുറ്റമെങ്കിൽ ആ കുറ്റം ഏറ്റെടുക്കാൻ മാത്രമേ മുജാഹിദ് പ്രസ്ഥാനത്തിന് കഴിയൂ. കാരണം മുജാഹിദ് പ്രസ്ഥാനം അത് പറയുന്നത് ഗുണകാംക്ഷ കൊണ്ടാണ്, നസീഹത്ത് കൊണ്ടാണ്, സ്നേഹം കൊണ്ടാണ്, ഈ സമുദായം രക്ഷപ്പെടണമെന്ന ആഗ്രഹം കൊണ്ടാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു മാത്രമാണ് നിങ്ങളുടെ സഹായാഭ്യർത്ഥനകൾക്ക് ഉത്തരം നൽകാൻ കഴിയുന്ന ഒരേ ഒരു അദൃശ്യ ശക്തി എന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ, അതല്ലാത്ത അദൃശ്യ ശക്തികളുണ്ട് എന്ന വിശ്വാസം കേരളത്തിലെ മുസ്ലിം സമുദായത്തിനുള്ളിൽ പടരുമ്പോൾ പ്രവാചകനോടുള്ള സ്നേഹമുള്ള മുജാഹിദ് പ്രസ്ഥാനത്തിന് വേദനയുണ്ടാവുക സ്വാഭാവികമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവനേക്കാൾ അധികം സ്നേഹിക്കുന്ന മുജാഹിദുകൾക്ക് പ്രവാചകനുമായി ബന്ധമില്ലാത്ത സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാശയം അദ്ദേഹത്തിന്റെ മേൽ കെട്ടിവെക്കപ്പെടുമ്പോൾ സങ്കടമുണ്ടാവുക സ്വാഭാവികമാണ്. അതുകൊണ്ടാണ് ബഹുമാന്യരായ സഹോദരങ്ങളോട് ആലോചിക്കണമെന്ന് പറഞ്ഞത്. അള്ളാഹുവിന് പുറമെയുള്ള അദൃശ്യ ശക്തികളെ സഹായത്തിന് വേണ്ടി വിളിക്കുന്നതിന് തന്നെയാണ് പരിശുദ്ധ ഖുർആൻ ശിർക്ക് എന്ന് പറയുന്നത്. ശിർക്ക് ചെയ്തവരെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് വമൻ യുശ്രിക് ബില്ലാഹി ഫഇന്നഹു മൻ യുശ്രിക് ബില്ലാഹി ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന എന്നാണ്. ആരാണോ ശിർക്ക് ചെയ്തത് അവന്റെ മേൽ അല്ലാഹു സ്വർഗ്ഗം നിഷിദ്ധമാക്കിയിരിക്കുന്നു എന്ന് പഠിപ്പിച്ചു പരിശുദ്ധ ഖുർആൻ. ശിർക്ക് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വിഗ്രഹമുണ്ടാക്കി അതിന്റെ മുന്നിൽ കുമ്പിടൽ മാത്രമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കരുത്. നമ്മുടെ കാലൊന്ന് തെന്നുമ്പോൾ നമ്മുടെ മനസ്സിന്റെ അന്തരാളങ്ങളിൽ നിന്ന് ആത്മാർത്ഥമായി സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് ബദർ ശുഹദാക്കളെ എന്നൊരു വിളി ഉയരുന്നുണ്ടെങ്കിൽ അതിനു തന്നെയാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും ശിർക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൽ നിന്ന് നമ്മൾ രക്ഷപ്പെടുക. കാരണം അത് നമ്മുടെ സ്വർഗം എന്നേക്കുമായി നഷ്ടപ്പെടുത്തും, നമ്മളെ നരകത്തിൽ കൊണ്ടുപോകും. കേരളത്തിലെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആരും നരകത്തിൽ പോകരുത് എന്ന ഗുണകാംക്ഷ കൊണ്ട്, ആ സ്നേഹം കൊണ്ട്, ആ ആഗ്രഹം കൊണ്ട് മാത്രമാണ് മുജാഹിദ് പ്രസ്ഥാനം ഈ ഒച്ചപ്പാടുകൾ സഹിച്ച്, ഈ പ്രതിഷേധങ്ങൾ സഹിച്ച്, ഈ അലങ്കോലപ്പെടുത്താനുള്ള പരിശ്രമങ്ങൾ സഹിച്ച് ഈ സത്യം ഉറക്കെ തുറന്നു പറയുന്നത് എന്ന് മാത്രമാണ് എവിടെയുള്ള നാട്ടുകാരോട് അഭ്യർത്ഥിക്കാനുള്ളത്. ബഹുമാനരായ മുസ്ലിം സഹോദരങ്ങളെ, ഈ ശബ്ദം ശ്രവിക്കുന്ന അമുസ്ലിം സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവരും പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വായിക്കണം, ആ ജീവിതത്തെ പഠിക്കണം. കാരണം ആ ജീവിതം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയുള്ളതാണ്. പ്രവാചകനെ കുറിച്ച് നിങ്ങൾ ഒരുപാട് കേട്ടിരിക്കാം. പക്ഷേ ആ പ്രവാചകന്റെ ജീവിതചര്യ അനുധാവനം ചെയ്തുകൊണ്ട് മാത്രമേ മരണാനന്തര ജീവിതത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂ. അതിന് പ്രവാചകനെ കുറിച്ച് പഠിക്കണം, പ്രവാചകനെ കുറിച്ച് വായിക്കണം, പ്രവാചകൻ യഥാർത്ഥത്തിൽ എന്താണ് പഠിപ്പിച്ചത് എന്ന് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാത്തതിന്റെ കുഴപ്പം എല്ലാവർക്കും ഉണ്ട് എന്നാണ് നമുക്ക് തിരിച്ചറിയാനാകുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിന്ദിച്ചുകൊണ്ട്, പ്രവാചകനെ തെറി പറഞ്ഞുകൊണ്ട് ഇവിടെ ചോദ്യപേപ്പറുകൾ പുറത്തിറങ്ങാനുള്ള കാരണം അത്തരം ആളുകളുടെ മനസ്സിൽ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള വെറുപ്പും വിദ്വേഷവും ഉള്ളതാണ്. ആ വെറുപ്പും വിദ്വേഷവും എന്തുകൊണ്ടുണ്ടായി? അവരുടെ മനസ്സിൽ തെറ്റിദ്ധാരണകൾ ഉള്ളതുകൊണ്ട്. തെറ്റിദ്ധാരണകൾ എന്തുകൊണ്ടുണ്ടായി? ഇവിടെ പലരും പ്രവാചകനെ കുറിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത് കൊണ്ട്. അങ്ങനെ ഇവിടെ പ്രവാചകനെ കുറിച്ച് തെറ്റായ വിവരങ്ങൾ സാമ്രാജ്യത്വവും മുതലാളിത്തവും സവർണ ഫാഷിസ്റ്റുകളും എല്ലാം പ്രചരിപ്പിക്കുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ജനങ്ങളുടെ മനസ്സിൽ അകലമുണ്ടാക്കാനാണ്. ആ അകലത്തിൽ നിന്നാണ് തെറിയുണ്ടാകുന്നത്. ആ തെറിയാണ് ചോദ്യപേപ്പറുകളിൽ നമ്മൾ വായിക്കുന്നത്. അതിനുള്ള പരിഹാരം തെറ്റിദ്ധരിച്ചവർക്കിടയിലേക്ക് കടന്നു ചെന്ന് സ്നേഹപൂർവ്വം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യഥാർത്ഥ വ്യക്തിത്വം അവർക്ക് മുന്നിൽ അവതരിപ്പിക്കലാണ്. അതിനു പകരം ഒരു കോടാലിയുമായി അത്തരത്തിലുള്ള ആളുകളെ തെരഞ്ഞുപിടിച്ച് അവരുടെ കൈപ്പത്തി വെട്ടിമാറ്റി അത് പറമ്പിലേക്ക് വലിച്ചെറിയലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹമെന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് പ്രവാചകനെ അറിയില്ല, അവർക്ക് ഇസ്ലാമിനെ അറിയില്ല, അവർക്ക് ഖുർആനിനെ അറിയില്ല. ഖുർആനിനെയോ പ്രവാചകനെയോ കുറിച്ചൊന്നും മനസ്സിലാക്കിയിട്ടില്ലാത്ത കേവലം ചില വിപ്ലവ പ്രസ്ഥാനങ്ങളുടെ ആവേശം കൊള്ളിക്കുന്ന പ്രഭാഷണങ്ങളിൽ നിന്ന് മാത്രം കാര്യങ്ങളെ പഠിക്കുവാൻ ശ്രമിച്ചിട്ടുള്ള ഹതഭാഗ്യവാന്മാരാണ് അവർ. അവരോടുമായി മുജാഹിദ് പ്രസ്ഥാനം ഒരു കാര്യം മാത്രം പറയുന്നു. ഇതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം, ആ ജീവിതത്തെ നിങ്ങൾ പഠിക്കുക, അത് പകർത്തുക, അത് അനുധാവനം ചെയ്യുക, അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. അതിനുവേണ്ടിയുള്ള പരിശ്രമങ്ങളെ സഹായിക്കുക, തകർക്കുകയല്ല ചെയ്യേണ്ടത്. അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഒരു തുറന്ന അന്തരീക്ഷം ഉണ്ടാകട്ടെ. ആ
തുറന്ന അന്തരീക്ഷത്തിന് വേണ്ടി നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുക. ഇന്ത്യ രാജ്യത്ത് മുഴുവൻ അസഹിഷ്ണുതയുടെ പത്തികൾ വിടരുകയും തനിക്കിഷ്ടമില്ലാത്ത ആശയങ്ങളെ മുഴുവൻ കയ്യൂക്കുകൊണ്ട് ചെറുക്കുവാനുള്ള പരിശ്രമങ്ങൾ വ്യാപകമാവുകയും നമ്മുടെ ഭരണകർത്താക്കളും സർവകലാശാല അധികൃതരുമെല്ലാം അസഹിഷ്ണുതയുടെ മൂർത്തിമദ്ഭാവങ്ങളാവുകയും ചെയ്യുന്ന ഒരു കാലത്ത് ആ അസഹിഷ്ണുതയുടെ ഏറ്റവും വലിയ ഇരകളായി മുസ്ലിങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്ന സമയത്ത് മുസ്ലിങ്ങൾക്കിടയിലുള്ള പരസ്പരമുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോട് പോലും സഹിഷ്ണുത കാണിക്കുവാനുള്ള വിവേകം നമുക്കുണ്ടാകുന്നില്ലെങ്കിൽ അത് മുസ്ലിം സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ആപൽക്കരമായൊരു സൂചനയാണ്. അത്തരം ആളുകളെ സംഘടനാ വ്യത്യാസങ്ങൾക്ക് അതീതമായി തിരുത്തുവാൻ, സ്നേഹപൂർവ്വം തിരുത്തുവാൻ, ഇതല്ല വിയോജിപ്പിന്റെ വഴി എന്ന് ബോധ്യപ്പെടുത്താൻ നമുക്കെല്ലാം കഴിയേണ്ടതുണ്ട്. അതിന് അല്ലാഹു അനുഗ്രഹിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനമുള്ള സഹോദരങ്ങളെ, നാട്ടുകാരെ, കേരള നദ്വത്തുൽ മുജാഹിദീൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാനവരിൽ മഹോന്നതൻ എന്ന പ്രൗഢോജ്വലമായ കാമ്പയിൻ്റെ ഭാഗമായിട്ട് നടത്തിയ ഈ മഹത്തായ പ്രഭാഷണ പരിപാടി ഇവിടെ അവസാനിക്കുകയാണ്. ഒരു കാര്യം ഞങ്ങളെ ശ്രമിക്കുന്ന സഹോദരങ്ങളോട് ഓർമ്മപ്പെടുത്തുവാനുള്ളത്, മുജാഹിദ് പ്രസ്ഥാനത്തെക്കുറിച്ച് ഏറെ തെറ്റിദ്ധരിപ്പിക്കുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കാത്തവരാണ്, പ്രവാചകനെ സ്നേഹിക്കാത്തവരാണ് മുജാഹിദുകൾ എന്ന് വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരുന്ന പൗരോഹിത്യത്തിൻ്റെ മുന്നിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ശരിയായ നിലപാട് എന്താണ് എന്ന് ഈ കാമ്പയിനുള്ള സമൂഹത്തെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ പലരുടെയും കാലിൻ്റെ ചുവട്ടിലെ മണ്ണൊലിക്കുന്നു എന്ന് ബോധ്യപ്പെട്ട ചില രംഗങ്ങളാണ് നാം ഇവിടെ കണ്ടത്. ഞങ്ങൾക്ക് ആരോടും വിദ്വേഷമില്ല, ഞങ്ങൾക്ക് ആരോടും വെറുപ്പില്ല. കാരണം ഞങ്ങളുടെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആദർശത്തിന്റെ തനിമയാർന്ന പ്രബോധനവുമായിട്ട് കടന്നു പോകുമ്പോൾ തായിഫിലേക്ക് കടന്നു ചെന്നപ്പോൾ കല്ലേറുകൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്, അക്രമങ്ങൾ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ആ സമൂഹത്തിന്റെ മുന്നിൽ പ്രവാചകൻ വിളിച്ചു പറഞ്ഞത് അല്ലാഹുമ്മ ഗ്ഫിർ ലിഖൗമി ഇന്നഹും ലാ യഅലമൂൻ. ഇതേ സന്ദേശം തന്നെയാണ് ഞങ്ങൾക്കും പറയാറുള്ളത്. അല്ലാഹുവേ, ഈ ജനത ഇവര് അറിവില്ലാത്തവരാണ്, നീ പുറത്തു കൊടുക്കണേ റബ്ബേ എന്ന അതേ പ്രാർത്ഥനയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. സഹോദരങ്ങളെ, ഈ പ്രസ്ഥാനത്തെ നിങ്ങൾ അടുത്തറിയുക. ഇവിടെ സത്യവും അസത്യവും വേർതിരിഞ്ഞു കഴിഞ്ഞിരിക്കുകയാ. സത്യത്തിന്റെ മേഖല എന്താണ് എന്ന് തിരിച്ചറിയാൻ എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ നിങ്ങൾ തയ്യാറാകണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ മഹത്തായ സമ്മേളനം ഇവിടെ അവസാനിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നാളെ ഉച്ചയ്ക്ക് 2 മണി മുതൽ കരുനാഗപ്പള്ളി ടൗൺ ക്ലബിൽ നടക്കുന്ന ISMന്റെ കൊല്ലം ജില്ലാ യൂത്ത് മീറ്റ്, അതിന്റെ സമാപനം കുറിച്ചുകൊണ്ട് വൈകിട്ട് 6:30 ടൗൺ ക്ലബ് മൈതാനിയിൽ നടക്കുന്ന പൊതുസമ്മേളനത്തിൽ ISMന്റെ സംസ്ഥാന സെക്രട്ടറി PK സക്കരിയ സലാഹി, റഫീഖ് സുല്ലമി തുടങ്ങിയ പ്രമുഖരായ പണ്ഡിതന്മാർ പങ്കെടുക്കും. എല്ലാവരെയും ആ മഹത്തായ വേദിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് ഈ മഹത്തായ വേദിയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.